الأنبياء والمرسلين وآلهم وصحبهم ومن سار على نهجهم وعلى الملائكة المقربين وعلى عباد الله الصالحين وعلينا معهم برحمتك يا أرحم الراحمين. أما بعد، اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، ربنا تمم بالخير والسعادة. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي كتبنا وللشارحين والمحسنين الصالحين. اللهم اغفر لمن انفعنا بعلومهم يا رب العالمين. والحمد لله رب العالمين. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ സജ്ജനങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. ജൂതന്മാർ ഞങ്ങളെ സ്വർഗത്തിൽ കടക്കുമെന്നും ക്രിസ്ത്യാനികൾ അവരെ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്നും വളരെ മോശമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതവരുടെ വെറും വ്യാമോഹം മാത്രമാണെന്നും അതിനവർക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നും വെല്ലുവിളിക്കുകയും അതൊരിക്കലും സാധിക്കില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ കടക്കാൻ അവകാശികൾ ആരാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് അല്ലാഹു തആല. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും വഹുവ മുഹ്സിനുൻ, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിൽ അവൻ ജീവിക്കുകയും ചെയ്താൽ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം, അത്തരക്കാരായ ആളുകളുടെ മേലിൽ ഭയമില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ഇവിടെ ഏതാനും കാര്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീരത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക, അതേപോലെ തന്നെ അവൻ നല്ല പ്രവർത്തനം നടത്തുന്നവനാവുക എന്നത് രണ്ടും നേരത്തെ നമ്മൾ വിശദീകരിച്ചു. ഇനി അവിടെ ആ നല്ല പ്രവർത്തനം നടത്തുക എന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അവന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ബിൽ ഇഖ്ലാസി, ഇഖ്ലാസ് മുഖേനയാണ് അത് ഉണ്ടാവുക എന്ന് അല്ലാഹു തആല സൂചിപ്പിച്ചപ്പോൾ എന്താണ് ഇഖ്ലാസ് എന്ന ചർച്ചയുടെ ചെറിയൊരു വിശകലനത്തിലേക്ക് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു കടക്കുകയാണ്. അവിടെയാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും, അല്ലാഹു നിശ്ചയം നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല. വലാ ഇലാ അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നോക്കുന്നില്ല. വഇന്നമാ യൻളുറു ഇലാ ഖുലൂബിക്കും വനിയ്യാത്തിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങളിലേക്കുമാണ് അള്ളാഹുവിന്റെ നോട്ടം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രൂപം എങ്ങനെയാവാന്നോ കാട്ടിക്കൂട്ടൽ എന്തോ ആവാന്നൊന്നുമല്ല, മറിച്ച് ഒരു വിഷയത്തിന്റെ മഹത്വമായി അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയായി പരിഗണിക്കപ്പെടുന്നത് ബാഹ്യമായ കാട്ടിക്കൂട്ടലുകളോ രൂപഭാവങ്ങളോ അല്ല എന്ന് മാത്രമാണ്. ബാഹ്യമായ എന്ത് രൂപം സ്വീകരിക്കാന്നു എന്നും കാട്ടാന്നു അതിനർത്ഥമല്ല, മറിച്ച് അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, അതിനൊക്കെ നിയമങ്ങളുണ്ട്. മറിച്ച് ബാഹ്യമായി നല്ലതാണെന്ന് തോന്നുന്ന പ്രവർത്തനങ്ങൾ തന്നെ ഒരാൾ നടത്തിയാലും ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്തുള്ള അവന്റെ മനസാക്ഷി എങ്ങനെയെന്ന് നോക്കിയാണ് അല്ലാഹു തആല അതിന് മാർക്കിടുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അഥവാ പടച്ചവന്റെ പൊരുത്തം എന്നത് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തനത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ചെയ്യുന്ന അമലുകളുടെ ബാഹ്യം ഓക്കെ ആണെങ്കിലും അതിന്റെ മെറിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്നത് അത് ചെയ്യുന്ന ആളുടെ മനോഗതം എന്താണ് എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നന്നായാൽ മാത്രം പോരാ, ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഉദ്ദേശവും കൂടെ ശരിയായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പറയാണ്. എന്നിട്ട് അതാ ഒരു സംഭവം, മുൻകാലങ്ങളിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് റാസി ഇമാം പറയുന്നു, അന്ന റജുലൻ മർറ ബി കസ്ബാനിൻ മിൻ റംലിൻ ഫീ മുജാഅ, നല്ല വിശപ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കുന്ന്, ഒരു മണൽക്കുന്നിന്റെ
മണൽ കൂമ്പാരത്തിന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി, മുൻഗാമികളിൽപ്പെട്ട. അപ്പോൾ ഫഖാല ഫീ നഫ്സിഹി, അദ്ദേഹം തന്റെ സ്വയം മനസ്സിൽ അയാൾ പറഞ്ഞു, ലൗ കാന ഹാദർ റംലു തആമൻ ലഖസംതുഹു ബൈനന്നാസ്, ഈ മണൽക്കൂന അത് ഭക്ഷണമായിരുന്നുവെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ എനിക്ക് വീതിച്ചു കൊടുക്കാമായിരുന്നു. കാരണം ആളുകൾ അതിശക്തമായ പട്ടിണിയുടെ പരീക്ഷണങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇത്രയും ഈ മണൽക്കൂനയൊക്കെ ഭക്ഷണമായി മാറിയിരുന്നെങ്കിൽ എനിക്കത് ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാമായിരുന്നു, ആളുകളുടെ പട്ടിണി മാറ്റാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ആ ഒരു മണൽക്കൂന കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയ ഒരു നല്ല ആഗ്രഹമാണ്. അപ്പോൾ ഫൗഹല്ലാഹു തആല ഇലാ നബിയിഹിം, അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ നബിയിലേക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. എന്ത്? ഖുല്ലഹു, ആ മനുഷ്യനോട് നിങ്ങൾ പറയണമെന്ന്, ഇന്നല്ലാഹ ഖബില സദഖതക, അല്ലാഹു തആല നിങ്ങളുടെ ധർമ്മം സ്വീകരിച്ചിരിക്കുന്നു. വശക്കറ ഹുസ്ന നിയ്യതിക, നിങ്ങളുടെ ആ നല്ല കരുത്തിന് അല്ലാഹു തആല നന്ദി ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വഅതാക സവാബമാ ലൗ കാന തആമൻ ഫതസദ്ദഖത ബിഹി, അത് മുഴുവനും ഭക്ഷണമായിരുന്നുവെങ്കിൽ അത് മുഴുവൻ സദഖ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോണ പ്രതിഫലം എന്താണോ ആ പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതായി ആ നബിയോട്, ഈ നല്ല മനുഷ്യനോട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല വഹി അറിയിച്ചു. അപ്പൊ ഇവിടെ ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അയാൾ ചിന്തിച്ച്. ഒരു മണൽക്കൂമ്പാരം കണ്ടപ്പോൾ ഇത് ഭക്ഷണമായിരുന്നെങ്കിൽ ആൾക്കാർക്കൊക്കെ കൊടുത്തവരുടെ പട്ടിണി മാറ്റാമായിരുന്നല്ലോ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചപ്പോ അത്രയും ഭക്ഷണം കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്തു. മനസ്സിലായില്ലേ? അയാളൊരു നിയ്യത്ത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ പ്രത്യേകത നൽകി. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, മനുഷ്യന്മാർ അള്ളാഹുവിന്റെ റസൂല് 4 ഭാഗിച്ചിട്ട് ഒരു വിഭാഗം അല്ലാഹു തആല അവർക്ക് നല്ല സമ്പത്ത് കൊടുത്തു, അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തി കൊടുത്തു. അങ്ങനെ ആ സമ്പത്ത് ഉപയോഗിച്ച് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അയാൾ ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. കിട്ടിയ പണം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവാക്കി അദ്ദേഹം ആ ദുനിയാവ് കൊണ്ട് സ്വർഗം വാങ്ങാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് ആയിട്ടൊരാള്. അത് കണ്ടപ്പോ മറ്റൊരാള്, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിയും വിവരമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അയാളെ കയ്യിൽ 5 പൈസയുടെ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഈ പൈസ ഇല്ലാത്ത ആള് ഈ നല്ല മനുഷ്യൻ ഈ കാശൊക്കെ ചെലവാക്കുന്നത് കാണുമ്പോ അദ്ദേഹം ചിന്തിച്ചു, പടച്ചോനെ എനിക്കും അവന്റെ പോലെ മുതലുണ്ടായിരുന്നുവെങ്കിൽ, അയാളെ പോലെ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും ഇതേപോലെ നന്മകൾ ചെയ്തുകൊണ്ട് ഖൈറുകൾ ചെയ്തുകൊണ്ട് പ്രതിഫലം വാങ്ങാമായിരുന്നല്ലോ എന്ന് അയാൾ ചിന്തിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ആ സദഖ ചെയ്ത ആൾക്കും കൂലിണ്ട്, അതേപോലത്തെ പ്രതിഫലം ഈ നല്ല ചിന്ത ഉണ്ടാക്കിയ ആളുകൾക്കും പ്രതിഫലം ഉണ്ട്. അപ്പൊ കണ്ടോ, അപ്പൊ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇയാൾ വിചാരിച്ചിട്ടുള്ളൂ, എനിക്കങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് ആലോചിച്ചു. ആ ആലോചനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. ഇനി വേറൊരാള്, അയാൾക്ക് 5 കാശിന്റെ വിവരമല്ല, അല്ലാഹു നല്ലോണം പണം കൊടുത്തു. ആ പണം കിട്ടിയപ്പോ അയാൾ അതുകൊണ്ട് ദൂർത്തടിച്ചും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വിരുദ്ധമായ ശൈലികൾ സ്വീകരിച്ചും തെറ്റായ പ്രവർത്തനങ്ങളിലും ശൈലികളിലും കുറ്റങ്ങളിലും മുഴുകി അദ്ദേഹം ഭൗതികമായി തന്റെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജീവിതം ആർഭാടകരമാക്കി ആസ്വാദ്യകരമാക്കി മാറ്റാൻ വേണ്ടി അയാൾ ഇങ്ങനെ പണിയെടുക്കുന്നത് കണ്ടപ്പോ വേറൊരുത്തൻ, അവൻ ചിന്തിക്കുകയാണ്, ഓന്റെ കയ്യിൽ 5 പൈസ അല്ല, പക്ഷെ അവൻ ചിന്തിക്കുന്നു ഇവന്റെ പോലെ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെ ദൂർത്തടിച്ച് ആർമാദിച്ച് നടക്കാമായിരുന്നു എന്നവൻ ചിന്തിച്ചാൽ അവന് 2 പേരും ഒരുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അതിന്റെ അർത്ഥം എന്താ? നമ്മളുടെ ചിന്താഗതിയും കാഴ്ചപ്പാടുകളും, ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തരും? നമുക്ക് പ്രതിഫലം തരും. അപ്പൊ ആ പ്രതിഫലം തരും എന്ന സംഗതി വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനം പോലും ആഗ്രഹം പോലും അത് വലിയ പ്രതിഫലാർഹമായി മാറുന്ന സംഗതിയാണ്. അതാണ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യണതിന്റെ മുമ്പെന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു നൽകുമെന്നാണ് ഈ സംഭവത്തിൽ നിന്ന് സൂചിപ്പിക്കേണ്ടത് എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം, ആ ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് വിജയകരമാക്കി ആഖിറത്തിലേക്ക് പ്രതിഫലമുള്ള സംഭവമാക്കി മാറ്റാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, ഏലം അന്നൽ അഅ്മാല അലാ സലാസത്തി അഖ്സാം,
മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ 3 വിധത്തിലാണ്. താഅത്തുൻ വ മആസി വ മുബാഹാത്തുൻ. ആരാധനകളായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, അത് ആരാധനയുടെ ഗണത്തിൽപ്പെട്ട പുണ്യകരമായിരിക്കും, അല്ലെങ്കിൽ കുറ്റങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ കുറ്റമല്ല പുണ്യമല്ലാത്ത വെറും അനുവദനീയം എന്ന ഗണത്തിൽപ്പെട്ടതായിരിക്കും. എന്നാൽ അമ്മൽ മആസി, ദോഷങ്ങൾ, ഫഹിയ ലാ തതഗയ്യറു മൗദൂഅതിഹാ ബിന്നിയ്യ, അത് നമ്മളെ ഉദ്ദേശം കൊണ്ട് എന്താവില്ല, അതിന്റെ ദോഷം എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരൂല. മനസ്സിലായില്ലേ? ഒരാള് എന്ത് ചെയ്യുന്നു, കള്ളുടിക്കുന്ന സമയത്തോ വിചാരിക്കണം എന്താ, ഈ കള്ളു കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും വല്ലതും ചെന്ന് പെട്ടാലോ എന്ന് ആലോചിച്ചിട്ട് കള്ളുടിക്കാണ് എന്ന് ന്യായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ആ തെറ്റുകളായിട്ടുള്ള സംഗതികൾ, തെറ്റ് എന്ന പരുവത്തിൽ നിന്ന് അതിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവന്റെ ഒരു ഉദ്ദേശം കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ മാറ്റാൻ പറ്റൂല. അപ്പൊ ഫലാ യളുന്നുൽ ജാഹിലു, വിവരമില്ലാത്ത ഒരാൾ വിചാരിക്കണ്ട എന്ത്, അന്ന ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വാക്ക്, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്തി, എല്ലാ പ്രവർത്തനങ്ങളും ഓന്റെ നിയ്യത്ത് അനുസരിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരാൾ തെറ്റിദ്ധരിക്കണ്ട. എന്ത്, യഖ്തൽ ഇൻഖിലാബൽ മഅസിയത്തി താഅത്തൻ ബിന്നിയ്യ, തെറ്റ് നിയ്യത്ത് മുഖേന എന്തായിട്ട് മാറുന്നു, ആരാധനയായി മാറുന്നു ഒരിക്കലും അവൻ വിചാരിക്കണ്ട. ഏതുപോലെ കല്ലദി യുത്ഇമു ഫഖീറൻ മിൻ മാലി ഗൈരിഹി, വേറൊരാളുടെ ധനം എടുത്തിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുന്നു, മറ്റൊരാളുടെ പൈസയാണ്, ആ പൈസ എടുത്തിട്ട് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് ഇവൻ എന്ത് ചെയ്യാ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. എന്താ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നല്ല പുണ്യല്ലേ, ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാര്യമല്ല. കാരണം എന്താ, അവിടെ മറ്റൊരാളുടെ ധനം അപഹരിച്ചെടുക്കുക എന്നത് കുറ്റാണ്. ആ കുറ്റത്തിൽ നിന്ന് ഒരിക്കലും തന്നെ മാറാൻ ഈ പൈസ ഞാൻ കൊടുക്കുന്നത് ആർക്കാണ്, സാധുക്കൾക്കാണ് എന്ന ന്യായം ഒരിക്കലും എന്താവുന്നതല്ല, അതിന് കാര്യമാവുന്നില്ല. കാരണം ഇസ്ലാം ലക്ഷ്യവും നന്നാകണം, മാർഗവും നന്നാവണം എന്ന നിലപാടാണ് വിശുദ്ധ ഇസ്ലാം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ യബിനി മസ്ജിദൻ മിൻ മാലിൻ ഹറാമീൻ, അല്ലെങ്കിൽ ഒരാൾ പള്ളി ഉണ്ടാക്കുകയാണ്, ഹറാമായ പൈസയുണ്ട്, മനസ്സിലായില്ലേ, ഞാൻ പള്ളിയല്ലേ ഉണ്ടാക്കിയത്, പൈസ ഹറാമാ നോക്കണ്ടയില്ല, പള്ളിയല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് അതിനെനിക്ക് കൂലിയിട്ടേണ്ടതല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, തെറ്റായി തന്നെ നിലനിൽക്കും. അപ്പോ മറ്റൊരാളുടെ പണം ഇയാൾ കട്ടെടുക്കാണ്, ഉദ്ദേശം എന്താണ്, ഈ പണം കട്ടെടുത്തിട്ട് എനിക്കൊരു പള്ളി ഉണ്ടാക്കലാ ഉദ്ദേശം, അപ്പൊ എന്റെ ഉദ്ദേശം നല്ലതല്ലേ, അതുകൊണ്ട് ഈ കട്ടെടുക്കാന്നുള്ള തെറ്റിന്ന് ഞാൻ മാറൂലേ എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ വേറൊരാളുടെ പണം അപഹരിച്ചെടുത്തിട്ട് അതുകൊണ്ട് സാധുക്കളെ വിശപ്പ് മാറ്റിയാണ്, അതേപോലെ തന്നെ വിഷമങ്ങളുള്ള ആളുകൾക്ക് സഹായിക്കാണ്, സാധുവിനെ സഹായിക്കലല്ലേ എന്റെ ഉദ്ദേശം, അതുകൊണ്ട് ഞാൻ ഈ പണം അപഹരിച്ചു എന്നതൊരു കുറ്റായിട്ട് കാണാണ്ടെന്നൂടെ എന്ന് ചിന്തിച്ചൂടാ. അഥവാ ഏത് കുറ്റങ്ങളും എല്ലാ അവസ്ഥയിലും അതെന്തെന്നെയാണ്, അത് കുറ്റം തന്നെയായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, അത്താഅത്തു, ആരാധനാ കാര്യങ്ങളായിട്ടുള്ളത്, വഹിയ മുർത്തബത്തത്തും ബിന്നിയ്യാത്തി ഫിൽ അസ്ലി വഫിൽ ഫളീല, അടിസ്ഥാനപരമായും ശ്രേഷ്ഠതയുടെ വിഷയത്തിലും അത് നിയ്യത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിയ്യത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതൊരു ഇബാദത്ത്, ആ ഇബാദത്തായി പരിഗണിക്കാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചില സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. അമ്മാ ഫിൽ അസ്ലി, അടിസ്ഥാനപരമായി ഫഹുവ യൻവിയ ബിഹാ ഇബാദത്തല്ലാഹി തആല, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്ന് കരുതിയിട്ട് വേണം ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യാൻ. സംഗതി ഇബാദത്ത് തന്നെ, പക്ഷെ ആ ഇബാദത്ത് ചെയ്യുമ്പോ അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന നിയ്യത്ത് അവനുണ്ടാകണം. അപ്പോൾ ഫൈനവർ റിയാ, ഒരാള് ആ ഇബാദത്ത് ചെയ്യുമ്പോ ലോകമാന്യം ഉദ്ദേശിച്ചാൽ സാറത്ത് മാസിയത്തൻ, അത് ഇബാദത്തല്ല, അത് ദോഷാണാകുക. നേരത്തെ നമ്മൾ പറഞ്ഞു നല്ല ഉദ്ദേശം കൊണ്ട് ദോഷം എന്താവൂല, നന്മയാവൂല എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ നല്ല ഉദ്ദേശം കൊണ്ട് തെറ്റുകൾ ഒരിക്കലും എന്തായി മാറൂല, നന്മയായി മാറൂല. അതേ സമയത്ത് ചീത്ത ഉദ്ദേശം കൊണ്ട് ഇബാദത്തുകൾ എന്തായി മാറും, തെറ്റായി തിന്മയായി മാറുന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ ഉദ്ദേശം എന്താ, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ ഞാനൊരു നിസ്കാരക്കാരനാണ് എന്നാണെങ്കിൽ ആ നിയ്യത്ത് മുഖേന ഓന്റെ ആ ഇബാദത്തിന് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, അത് വമ്പിച്ച തെറ്റായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്നതാണ്. അമ്മൽ ഫളീല, ശ്രേഷ്ഠതയുടെ വിഷയത്തിലും ഇബാദത്തിൽ നിയ്യത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഫബി കസറത്തിൻ നിയ്യാത്തി തക്സൂറുൽ ഹസനത്തു, നിയ്യത്തുകളുടെ വർധനവിനനുസരിച്ച് നന്മകൾ വർദ്ധിക്കും. ഒരു നിയ്യത്ത് ഒരാളെ നന്നാക്കി എടുക്കുമ്പോ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓന്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കും. ഏതുപോലെ
കമൻ ഖായദ ഫിൽ മസ്ജിദി, ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നു, എൻവി ഫീഹി നിയ്യാത്തിൻ കസീറ, ആ പള്ളിയിൽ ഇരിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ അവൻ കരുതുന്നു. ആ കരുതുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെങ്കിൽ അവന്റെ പ്രതിഫലം വർദ്ധിക്കാൻ, ശ്രേഷ്ഠത വർദ്ധിക്കാൻ ആ ഒരൊറ്റ സംഗതി കാരണമാകും. ഏതുപോലെ ഒന്ന് അയ്യത്തഖിദ, അവൻ വിശ്വസിക്കുന്നത് അന്നഹു ബൈത്തുള്ള, അള്ളാഹുവിന്റെ വീടാണല്ലോ പള്ളി എന്ന് വിശ്വസിച്ചുകൊണ്ട് പോയി അഖ്സുദു ബിഹി സിയാറത്ത മൗലാഹു, യജമാനനായ റബ്ബിനെ സന്ദർശിക്കലാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അത് മുഖേന റബ്ബിനെ സന്ദർശിക്കാച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വീട് എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെട്ട സ്ഥലത്തിൽ അവൻ ചെന്നിരിക്കുമ്പോ വാസ്തവത്തിൽ അവൻ അതിന്റെ ഉടമസ്ഥരെ സന്ദർശിക്കാൻ ചെന്ന ഒരു ബാഹ്യമായി ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അല്ലാതെ അള്ളാഹു താല അവിടെ ഇരിക്കല്ല, പള്ളിയിടാത്തിരിക്കല്ല. അള്ളാഹു താല സ്ഥലത്തിലേക്ക് ആവശ്യമില്ലാത്തവനാണ്, അതിനെ തൊട്ട് പരിശുദ്ധനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ചിന്തിക്കരുത്, ആലങ്കാരികമായി പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സന്ദർശിക്കുക എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻഖഅദ ഫിൽ മസ്ജിദി, ഏതെങ്കിലും ഒരാൾ പള്ളിയിലിരുന്നാൽ ഫഖദ് സാറ അല്ലാഹ, അവൻ അല്ലാഹനെ സന്ദർശിച്ചവനാണ്. വഹഖുൻ അലൽ മസൂരി ഇക്റാമു സായിരിഹി, സന്ദർശിക്കപ്പെടുന്നവന് കടമയാണ് സന്ദർശകനെ ആദരിക്കൽ. നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോ ആ കാണാൻ പോകുന്ന ചെല്ലുന്ന സന്ദർശകനെ ബഹുമാനിക്കൽ സന്ദർശിക്കപ്പെടുന്ന ആളുടെ കടമയാണ്. അപ്പോ അള്ളാനെ കാണാൻ പോവുകയാണ് വെച്ചാൽ അള്ളാനെ സന്ദർശിക്കാൻ പോവുകയാണ് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന അടിമയെ അള്ളാഹു തആല എന്താക്കും? ആദരിക്കും. അപ്പൊ എനിക്ക് പടച്ചോന്റെ പൊരുത്തം കിട്ടാൻ ഞാൻ അവന്റെ വീടാകുന്ന പള്ളിയിൽ പോയിരിക്കുന്നു എന്ന നിയ്യത്ത് ഒരാൾക്കുണ്ടായാൽ ആ പള്ളിയിലിരിക്കൽ എന്ന ഒരൊറ്റ കർമ്മം കൊണ്ട് ഈ ഒരു പുണ്യം അവന് നേടാൻ സാധിക്കും. രണ്ടാമത്തെ സംഗതി സ്വലാത്ത ബഅദ സ്വലാ, നിസ്കാരത്തിന് ശേഷം പിന്നെയും അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ഇരുന്നാൽ ഫയകൂനു ഹാലൽ ഇന്തിളാരി, ആ പ്രതീക്ഷയുടെ സമയത്ത് അവനാകും കമൻ ഹുവ ഫി സ്വലാ, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവനെ പോലെ പ്രതിഫലാർഹനാകും. നബി തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ഇന്നക്കും ഫി സ്വലാത്തിൻ മൻ തളർത്തുമു സ്വലാ, നിങ്ങൾ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിസ്കാരത്തിൽ തന്നെയാണ്. അഥവാ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പോലത്തെ പ്രതിഫലത്തിന് അവൻ അർഹനാകും ഈ ഒരൊറ്റ സംഗതി കൊണ്ട്. പക്ഷെ ലോകത്തിപ്പോ അങ്ങനത്തെ ഒരു സംഗതി തന്നെ വളരെ വളരെ കുറഞ്ഞു വരികയാണ് ഇപ്പോ, അല്ലെ? നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ല. ഇഖാമത്ത് കൊടുത്തു എന്ന് ഉറപ്പാക്കിയിട്ടേ പള്ളി കയറുള്ളൂ പല ആൾക്കാരും. അതിന്റെ മുമ്പ് പള്ളി കയറൂല. അതേപോലെ നിസ്കാരം കഴിഞ്ഞാലോ സലാം വീട്ടിലേക്ക് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ലാത്തി ചാർജ് അടക്കാൻ പോകണ്ടെന്നുള്ള ആവേശത്തിലാണ് ജനങ്ങൾ എന്ത് ചെയ്യണത്? പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത് നമ്മൾ കാണുന്നത് എല്ലായിടത്തും. പടച്ചോന്റെ വീട്ടിൽ കുറച്ച് സമയം ഇരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ചൂടുള്ള പാറയിൽ ഇരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ പലരെയും ഫീൽ ചെയ്യാണ്. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ചെന്നാൽ കഴിയുന്നിടത്തോളം അവിടെ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സ്വഭാവമാണ് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത് എന്നല്ലേ ഇസ്ലാം പറയണത്. ഒരു മൂമിനായ മനുഷ്യൻ പള്ളി കയറിയാല് വെള്ളത്തിലുള്ള മത്സ്യത്തിന്റെ പോലെയാണ് അവന്റെ മനോഗതം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് വെള്ളത്തിലുള്ള മത്സ്യം, ആ മത്സ്യത്തിനടുത്ത് കരയിലേക്ക് ഇട്ടാൽ ആ മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് എന്റെ വാസസ്ഥലമായ വെള്ളത്തിലേക്ക് തിരിച്ചു പോകണം എന്നാ മത്സ്യം ആഗ്രഹിക്കുന്നത് പോലെയാണ് സത്യവിശ്വാസി. പറ്റുമെങ്കിൽ പള്ളി തന്നെ തന്റെ ടൈം കഴിച്ചു കൂട്ടണം എന്നവൻ ആഗ്രഹിക്കണം. അങ്ങനെ അവൻ ചിന്തിക്കണം. പള്ളിയിൽ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും തനിക്ക് പ്രത്യേകം സന്തോഷമുള്ളതാക്കി മാറ്റിയെടുക്കാൻ അവന് സാധിക്കണം. അതേസമയത്ത് കപടനാണെങ്കിൽ അവൻ പള്ളിക്ക് അവന്റെ അവസ്ഥ എന്താ? കൂട്ടിലിട്ട പക്ഷിയെ പോലെയാണ്. കൂട്ടിലിട്ട പക്ഷിയുടെ അവസ്ഥ എന്താ? എന്നെ ഒന്ന് ഇതിന്റെ ഉടമസ്ഥനൊന്ന് തുറന്നു വിട്ടാൽ എനിക്ക് പുറത്തേക്ക് പാറിപ്പോകാമായിരുന്നു എന്നല്ലേ ആ പക്ഷി ചിന്തിക്കുക. ഇതേപോലെയാണ് പള്ളി കയറുമ്പോ മുനാഫിക്കിന്റെ അവസ്ഥ. അവനവിടെ കൂടുതൽ സമയം ചെലവാക്കാൻ കഴിയൂല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അകത്ത് കയറി വെക്കുമ്പോ ഒരു ശ്വാസം മുട്ടൽ പോലെ എന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അവൻ അനുഭവപ്പെടുന്നില്ലെങ്കിലും അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് അതാ മനസ്സിലാവുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെയൊക്കെ തന്നെ പലരുടെയും മാനസികാവസ്ഥ അങ്ങനെയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതില്ലേ? അല്ലെ? ഒന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ആത്മവിമർശനം എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പരമാവധി പള്ളി കയറുന്നത് ലേറ്റാക്കാനും പരമാവധി നേരത്തെ ഇറങ്ങാനും, അല്ലെ? കയറാനോ നമ്മൾ വൈകിപ്പോയി, ഇനി ഇറങ്ങാനൂടിയും വൈകണ്ടെന്നുള്ള ഒരു ന്യായമല്ലേ പല ആൾക്കാരും കണ്ടെത്തുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു മൂമിനായ മനുഷ്യൻ പള്ളിയിൽ ഒരു നിസ്കാരം കഴിഞ്ഞു, അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിന് സാവകാശമുള്ള ആൾക്കാർ, ഇപ്പൊ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ലുഹറിന് പള്ളിയിൽ കയറിയിട്ട് അസറും കൂടെ നിസ്കരിച്ചിറങ്ങിയ പുണ്യം കൂടുതൽ കിട്ടുമെന്ന് അർബാബിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ജോലി തന്നെ പിരിച്ചുവിടും. അപ്പൊ അങ്ങനത്തെ പറ്റിയല്ല ചർച്ച, മനസ്സിലായില്ലേ? ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും വേണ്ട, അങ്ങനെ ആരും തീരുമാനം എടുത്തിട്ടുള്ള ജോലി കളയാനും നിൽക്കണ്ട. അതേസമയത്ത്
സൗകര്യവും സാവകാശമൊക്കെ ഉള്ള ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയത് ആ ഇശാ മഗ്‌രിബിന്റെ സമയമെങ്കിലും ഒന്നാലോചിച്ച് നോക്കിയേ. മഗ്‌രിബിന് പള്ളിയിൽ കയറി ഇശാ വരെ കാര്യമായിട്ട് പുറത്ത് തിരക്കൊന്നുമില്ല, എന്നാ ശരി മഗ്‌രിബ് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള കുറെ സൂറത്തുകൾ ഓതാനുണ്ട്, അതൊക്കെ ഓതാം, കുറച്ച് നല്ല ടൈമാണ്, ഹൈറായ സംഗതികൾക്ക് വിനിയോഗിക്കാം എന്ന് തീരുമാനിച്ച് ആ സമയം പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഇശാ നിസ്കാരവും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് ചിന്തിച്ചാൽ, അങ്ങനെ നാട്ടിലൊക്കെ പല സുഹൃത്തുക്കൾക്കും നല്ലൊരു അവസരം, ഒരു സന്ദർഭം കിട്ടുന്ന ആൾക്കാര്, ആ ആൾക്കാരെ ആ രൂപത്തിൽ ചിന്തിച്ചാൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയമൊക്കെ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിസ്കാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടുന്നത് പോലത്തെ പ്രകൃതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതോടൊപ്പം ആ സമയം ഒരുപാട് ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും അല്ലെ. ഏറ്റവും നല്ല ടൈമാണ് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം. ആ സമയം വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് പ്രത്യേകിച്ചും പതിവായി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അലിഫ് ലാം മീം സജദയും അതേപോലെ സൂറത്ത് യാസീനും സൂറത്തുൽ ദുഖാനും അതുപോലെ സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുൽക്കും സൂറത്തുൽ സൽസലയും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത്, സൂറത്തുൽ തക്കാസുർ, അൽഹാക്കുമുത് തക്കാസുർ എന്ന സൂറത്ത് അടക്കം പല ഹദീസുകളും പല വിധത്തിൽ പണ്ഡിതന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ആ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലാൻ സമയം, അങ്ങനെ ഇശാ വരെയുള്ള സമയം അവിടെ തന്നെ ചെലവാക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ പുണ്യല്ലേ. അപ്പൊ പള്ളി കയറുമ്പോൾ ഒരാൾ ഉദ്ദേശിക്കുന്നു എന്ത്, ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം കൂടെ കഴിഞ്ഞിട്ടേ പോണുള്ളൂ. അങ്ങനെ നിസ്കരിച്ച് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതിന്റെ പേരിലും അവന് ഫളീലത്തും ശ്രേഷ്ഠതയും കടന്നു വരുന്നു. മൂന്നാമത്തെ ഗുണം ഇഗ്ലാഉ സമഇ വൽ ബസരി വസായിരിൽ അഅ്ളാഇ അമ്മാ ലാ യംബഗി, അവന്റെ കാതും കണ്ണും മറ്റ് അവയവങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത സംഗതികളെ തൊട്ട് ചിമ്മിക്കളയുക, പിന്നെ മാറ്റി നിർത്തുക എന്നത് ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ അവന് ലഭിക്കുന്ന സംഗതിയാണ്. കാതുകൊണ്ട് തെറ്റ് കേൾക്കാതിരിക്കാൻ, കണ്ണുകൊണ്ട് തെറ്റ് കാണാതിരിക്കാൻ, മറ്റ് അവയവങ്ങൾ കൊണ്ട് കുറ്റകരമായ സംഗതികൾ പ്രവർത്തിക്കാതിരിക്കാൻ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയം അവന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് പക്ഷെ പള്ളിയുടെ മഹത്വം മനസ്സിലാക്കിയും പള്ളിയുടെ ആദരവ് ചിന്തിച്ചൊക്കെ നിൽക്കണോരോ കഥയാണ് പറഞ്ഞത്. ആ സമയത്ത് ഇപ്പൊക്കെ ചില ആളുകൾ അഥവാ പള്ളിയിൽ തന്നെ ഇരിക്കണമല്ലോ, ചിലപ്പോ തോന്നും ഈ ചങ്ങന്മാര് പള്ളിയിൽ ഇരിക്കാണ്ടൊക്കെലാ നല്ലത് എന്നല്ലേ. നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം കഴിഞ്ഞേ പോണുള്ളൂ. എന്നിട്ട് എല്ലാരും കൂടെ നേരെ ഇങ്ങോട്ട് കിബിലയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് പുറത്തേക്ക് ഇരുന്നിട്ട് കൂട്ടായിരുന്ന് വർത്താനം തുടങ്ങും. അങ്ങനെ വർത്താനം തുടങ്ങിയാൽ എത്രയോ ആളുകളുടെ ഗീബത്ത് പറയാൻ ആ സമയം ഉപയോഗപ്പെടുത്തേക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ പള്ളിയിലിരുന്ന കൂടുതൽ കുറ്റം വരിക ചെയ്യാം. ഗീബത്ത് പറയാന്നുള്ളൊരു കുറ്റം അത് പടച്ചോന്റെ വീട്ടിൽ വെച്ചിട്ടാവുമ്പോ വല്ലാത്തൊരു ഗൗരവമുള്ള കുറ്റമായിട്ട് മാറും, മനസ്സിലായോ. അപ്പൊ അത് അങ്ങനത്തെ ആളുകൾ പള്ളിയിൽ ഇരിക്കേണ്ട, ഓല് വേഗം തടിയെടുക്കുക നല്ലത്. കാരണം എന്താ, ഓല് തടിയെടുത്താൽ അവിടുന്ന് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ ഇതൊന്നും ഒഴിവാകും. പല സ്ഥലത്തും അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ കാണാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ചെരുവിലേക്ക് ഇറങ്ങും ചില ആൾക്കാര്. എന്നിട്ട് അവിടെ ഇരുന്ന് നിസ്കരിക്കാൻ വരാത്തോന് ഇവൻ നിസ്കരിച്ചതിന്റെ കൂലിയൊക്കെ അവർക്ക് കൊടുത്തിട്ടേ ഇവര് നിൽക്കുള്ളൂ, അങ്ങനത്തെ ആൾക്കാര് അല്ലെ. അതെ, അതേപോലെ തന്നെ ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ആയിട്ടുള്ള പിന്നെ പരിപാടിയൊക്കെ ആയിട്ടാണെങ്കിൽ, അപ്പോ ആ ഒരു അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ ഒരു പള്ളിയിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ, അവരുടെ ജീവിതത്തിൽ മറ്റു ചില ചിന്തകളും വിഷയങ്ങളുമാണ്. അപ്പൊ അതില്ലാത്ത വിധത്തിൽ അവന്റെ കണ്ണിനെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന, കാതിനെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കാൻ സാധിക്കുന്ന, മറ്റ് അവയവങ്ങളെ കുറ്റങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു സൗഭാഗ്യമായിട്ട് ഈ പള്ളിയിലുള്ള ഇരുത്തത്തെ കണ്ടാൽ, പടച്ചോന്റെ വീടാണ്, ഇവിടെ എന്ത് ചെയ്തുകൂടാ, ഞാൻ എങ്ങനെ എന്റെ നാവുകൊണ്ട് വേണ്ടാത്തത് പറഞ്ഞുകൂടാ, കാതുകൊണ്ട് വേണ്ടാത്തത് കേട്ടുകൂടാ, കൈകൊണ്ട് വേണ്ടാത്തത് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കണം. അല്ലാതെ ഒരാളെ കഥ പറഞ്ഞേക്കാലോ, പള്ളിയിൽ നിന്ന് ഒരാൾ വീഡിയോ വലിച്ചപ്പോ ആരടാ പള്ളിയിൽ നിന്ന് വീഡിയോ വലിക്കണ കുറ്റിന്ന് കൊണ്ടാ എന്ന് പറഞ്ഞ മാനസികാവസ്ഥയിലായാൽ പിന്നെ ഇതുകൊണ്ടൊന്നും കാര്യമല്ല. അപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുമ്പോ ഞാൻ എന്തായാലും അത്രയും ടൈമെങ്കിലും തെറ്റുകളിലേക്ക് പോവില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ അതും ഒരു നന്മയായിട്ട് അവന്റെ ജീവിതത്തിൽ അവന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ ഫൈനൽ എഴുത്തിക്കാഫ് പള്ളിയിലിരിക്കുമ്പോ പള്ളി കയറി അപ്പൊ തന്നെ എന്താക്കണം, എഴുത്തിക്കാഫിന്റെ നിയ്യത്തിയല് സുന്നത്ത് തന്നെയാണ്. റമദാനുമായിട്ട് ഉള്ള മാത്രം ചെയ്യേണ്ട അമലൊന്നല്ല എഴുത്തിക്കാഫ് പറഞ്ഞത്. എപ്പോ നമ്മൾ പള്ളിയിലേക്ക് കയറിയാലും നമ്മളൊരു സ്വഭാവമാക്കി മാറ്റിയാൽ, ഈ പള്ളിയിൽ അള്ളാഹു താല കൊണ്ട് എഴുത്തിക്കാഫ് ഇരിക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ ആ പള്ളിയിൽ പോണത് വരെ നമ്മൾ അറിയാതെ ഒരു നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടായി തീരൂലേ. അപ്പൊ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് കഫുൻ, അത് ഒരുപാട് വേണ്ടാത്തരങ്ങളിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ളൊരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയായി നമുക്ക് ജീവിതത്തിൽ പുലർത്താൻ സാധിക്കും.
അപ്പോ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നമുക്കറിയാം മറ്റുള്ള വൈകാരികമായി മറ്റ് അനുവദിക്കപ്പെട്ട പല സംഗതികൾ പോലും ഒഴിവാക്കാനാണ് നിർദ്ദേശമുള്ളത്. എന്ന പോലെ അനുവദിക്കപ്പെടാത്ത സംഗതികളിൽ നിന്ന് എന്തായാലും അപ്പൊ മാറി നിൽക്കണമല്ലോ. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ശൈലിയും സ്വഭാവവും സ്വീകരിക്കാനുള്ള ഒരു പ്രചോദനം അവന് കിട്ടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, റുഹ്ബാനിയത്തു ഉമ്മത്തി അൽ ഖുഊദു ഫിൽ മസാജിദ്. എന്റെ സമുദായത്തിലെ മഹാന്മാരായ ആളുകൾ, പ്രത്യേകമായിട്ടുള്ള പവറുള്ള ആളുകൾ, അവര് ഈ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്. അപ്പൊ പള്ളിയിൽ പറ്റുന്നത്ര സമയം ചെലവാക്കുക, അത് ഇഅ്തികാഫ് ഇരിക്കാനും അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഒരാൾ നടത്തുകയാണെങ്കിൽ അത് വലിയ പുണ്യാണ്, വലിയ ശ്രേഷ്ഠതയാണ്. പള്ളിയിലിരിക്കൽ എന്ന ഒറ്റ സംഗതികളിൽ തന്നെ ഒരുപാട് നന്മകൾ കൊണ്ടുവരാനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ സംഗതി, ആ പള്ളിയിലിരിക്കുമ്പോൾ അവന്റെ അവയവങ്ങൾ തെറ്റിൽ നിന്ന് അവന് സംരക്ഷിക്കാൻ സാധിക്കും. നാലാമത്തത് സർഫുൽ കൽബി വസ്സിർരി ബിൽ കുല്ലിയത്തി ഇലല്ലാഹി തആല. അവന്റെ മനസ്സ്, അവന്റെ ഉള്ള് പൂർണ്ണമായി അള്ളാഹുലേക്ക് തിരിക്കാൻ സാധിക്കും. അല്ലെ, പുറത്താവുമ്പോ പല സംഗതികളെ കുറിച്ചുള്ള ആലോചന ഉണ്ടാകും, അതെങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കും, പലതും നമ്മൾ കാണും, അപ്പൊ അതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് പോകും. എന്നാൽ പള്ളി എന്ന് പറയുന്നിടത്ത് വേറൊന്നുമില്ലല്ലോ, അവിടെ നിസ്കാരവും ഖുർആനും ദിക്റുകളും മറ്റ് ഖൈറായ സംഗതികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പൂർണ്ണമായി അവന്റെ മനസ്സിനെ അള്ളാഹുലേക്ക് കേന്ദ്രീകരിക്കാൻ അവന് സാധിക്കുന്നത് അങ്ങനെ ഒരു പുണ്യമാണ്. വഖാമിസുഹാ, അഞ്ചാമത്തത് ഇസാലത്തു മാ സിവല്ലാഹി അനിൽ ഖൽബി. അള്ളാഹ് എന്നതല്ലാത്ത മറ്റെല്ലാ ചിന്തകളെയും മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ അതവന് സഹായകമാകുന്നതാണ്. വസാദിസുഹാ, ആറാമത്തത് യഖ്സുദ ഇഫാദത്ത ഇൽമിൻ, ഒരു ഇൽമ് കരസ്ഥമാക്കലിനെ അവൻ ഉദ്ദേശിക്കാം. ഔ അംരിൻ ബിമഅറൂഫിൻ ഔ നഹീൻ അൻ മുൻകരിൻ, അല്ലെങ്കിൽ ഒരു നന്മ കൽപ്പിക്കലോ തിന്മ വിരോധിക്കലോ അതവൻ ഉദ്ദേശിക്കാം. അല്ലെ, പള്ളിയിൽ വരുമ്പോ അവിടുത്തെ ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ അറിവുള്ള ആൾക്കാരുണ്ട്, അവരടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു പഠിക്കാം. അത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും സാധിക്കാവുന്ന ഒരു വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഉസ്താദിനോട് പോയിട്ട് ഒരു മസല ചോദിക്കുക. ഉസ്താദ് എന്ന് പറയുന്നത് ആ പള്ളിയിലുള്ള ആള് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അവിടെ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് ഒരു മസല ചോദിച്ചു പഠിക്കാം. ചിലപ്പോ നമ്മൾ തന്നെ ഇബാദത്തിൽ ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവാം. ആ സംശയങ്ങളുടെ ഒക്കെ നിവാരണം നടത്താനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേറെ പള്ളിയിൽ നിന്നുള്ള ഒരാളുടെ എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ കണ്ടു, അത് നമുക്ക് തിരുത്തി കൊടുക്കാം. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ ഔറത്ത് മറിഞ്ഞിട്ടില്ല, അപ്പൊ അയാളോട് നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഔറത്ത് മറക്കാനൊന്നും നിസ്കരിച്ചാൽ ശരിയാവില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാലോ, എല്ലാ പള്ളിയിലും ഒരു 10 ആൾക്കെങ്കിലും അങ്ങനത്തെ ഉപദേശം കൊടുക്കാനുള്ള അവസരം നമുക്ക് കിട്ടും. കാരണം എന്താ, ടൈറ്റ് ജീൻസും അതേപോലെ തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇത് ഇട്ടിട്ട് വന്നിട്ട്, അപ്പോ ആ ബനിയനോട്ട് ഇട്ടിട്ടുണ്ടാവില്ല, ഉള്ളിക്ക് എന്താണ് ഔറത്തൊക്കെ വെളിവായി, പൊക്കിളിന്റെ ഒക്കെ കുറെ താഴെ ഈ സാധനം പുറകുന്നൊക്കെ നോക്കുമ്പോ വല്ലാത്ത മോശമായിട്ടുള്ള ഒരു കാഴ്ച കാണേണ്ട അവസ്ഥയൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഔറത്ത് മറക്കുക എന്നത് വസ്ത്രധാരണത്തിന്റെ നിസ്കാരത്തിൽ വസ്ത്രം ധരിക്കുന്നിടത്ത് പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ്. അത് പാലിക്കാത്ത ഒരാളെ കാണുമ്പോൾ അയാൾക്ക് നമുക്ക് ഉണർത്തി കൊടുക്കാം. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും തുണി ഉടുത്തിട്ടാണല്ലോ പല ആൾക്കാരും പള്ളിയിൽ വന്നിട്ടുണ്ടാവുക. ആ തുണി ഉടുത്ത് വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഞെരിയാണിക്ക് താഴേക്ക് തുണി താഴ്ത്തി കൊടുത്തിട്ടാണ് ഉണ്ടാവുക. അല്ലെ, മലയാളികളായിട്ടുള്ള ആളുകൾ ഈ തുണി ഉടുക്കുമ്പോ അവരുടെ ജീവിതത്തിലുള്ള വലിയൊരു സംഗതിയാ, അവര് ഞെരിയാണിക്ക് കുറെ താഴേക്കും തുണി ഉണ്ടാവുക. നിസ്കരിക്കണ സമയത്ത് പോലും പലരുടെ തുണിയും ഞെരിയാണിക്ക് താഴെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറഹു. അവന്റെ അരയുടുപ്പ് ഞെരിയാണിക്ക് താഴേക്ക് താഴ്ത്തി ഉടുക്കുന്ന ഒരാളുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ പാന്റൊക്കെ ഇടുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. ഞെരിയാണിക്ക് താഴേക്ക് അഹങ്കാരത്തോടുകൂടെ ഒരാൾ വസ്ത്രം താഴ്ത്തിയാൽ അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ ഗൗരവം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നാളെ അല്ലാഹു തആല പരലോകത്ത് അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നോട്ടം നോക്കാത്ത കുറെ കുറ്റവാളികളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത് അത് ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി കൊടുക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് അത് പല ആൾക്കാരും എനിക്ക് അഹങ്കാരമൊന്നുമില്ലല്ലോ എന്നാണ് പറയാൻ ന്യായം. അത് വാസ്തവത്തിൽ ശരിയാണോ?
കരുതി കൂട്ടി. പാന്റിന്റെ അളവ് കൊടുക്കുന്ന സമയത്ത് ഞെരിയാണിക്ക് കുറച്ച് താഴേക്ക് അളവ് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഇട്ട് നടന്നിട്ട് എനിക്ക് അഹങ്കാരമില്ല എന്ന് പറഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി അല്ലെ? അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യില്ല, അത് നടക്കില്ല. മറിച്ച് ഒരാളുടെ വസ്ത്രം അബദ്ധത്തിൽ ഞെരിയാണിയുടെ താഴേക്ക് പോയാൽ, ഉദാഹരണം ഹദീസിലുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു തങ്ങൾ ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി കൊടുക്കുന്നതിന്റെ അപകടത്തെ കുറിച്ച് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബേജാറായി. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബെ, ഞാൻ ചിലപ്പോഴൊക്കെ വസ്ത്രം അറിയാണ്ടെങ്കിൽ ഞെരിയാണിക്ക് താഴെ ആയിപ്പോകാറുണ്ട്, അതിന്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുവോ? നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, നിങ്ങൾ അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന ആളല്ല, അബദ്ധത്തിൽ താഴ്ന്നു പോയതാണ്. അത് ഓർമ്മ വരുന്നതിനോടുകൂടെ തന്നെ പൊക്കി കൊടുക്കുകയും ചെയ്താൽ അത് കുറ്റം ആവൂല എന്ന് മാത്രം. അതേ സമയത്ത് പാന്റിന് അളവ് കൊടുക്കുമ്പോ തന്നെ നമ്മൾ എങ്ങനെ കൊടുത്തു? ഞെരിയാണിക്ക് കുറെ താഴേക്ക് താഴ്ത്തിയിട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങനെ അളവ് കൊടുത്തിട്ട് അങ്ങനെ തന്നെ ആ പാന്റ് ഇട്ട് നടന്നിട്ട് എനിക്ക് അഹങ്കാരമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതൊരുത്തരം വർത്താനം മാത്രമല്ലേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞെരിയാണിയുടെ താഴേക്ക് നമ്മുടെ പാന്റ് ഇറങ്ങാതിരിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ മറ്റു വസ്ത്രങ്ങൾ ഇറങ്ങാതിരിക്കാൻ, കന്തൂറാണെങ്കിലും അതേപോലെ തുണിയാണെങ്കിലും അതൊന്നും ഞെരിയാണിക്ക് താഴേക്ക് കൊണ്ടുപോകാൻ ഒരു വകുപ്പില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ വസ്ത്രം തുണി ഉടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ തുണി ഞെരിയാണിക്ക് താഴെ പലപ്പോഴും പോകുന്നു. പാന്റ് ധരിക്കുന്ന ആളുകളും ആ അർത്ഥത്തിൽ ഞെരിയാണിക്ക് താഴേക്ക് അവരുടെ പാന്റ് പോകുന്നു. എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഒന്നങ്ങോട്ട് ചുരുട്ടി വെച്ചാൽ അവന്റെ എല്ലാ ബാധ്യതയും തീർന്നു എന്നാണ് പലരുടെയും ധാരണ. വാസ്തവത്തിൽ കരുതി കൂട്ടി ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇട്ട് നടക്കുന്ന ഒരു സംഭവത്തിന്റെ കുറ്റം അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകൂല എന്നുള്ളത് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എന്റെ ഈ പാന്റ് ഇങ്ങനെ ഞെരിയാണിയുടെ ഒപ്പം വെച്ച് മുറിച്ചാല് അതൊരു മോശമായിട്ട് ജനങ്ങൾ കാണും, അല്ലെങ്കിൽ ഞാനൊരു ഫൂളാണെന്ന തോന്നൽ ജനത്തിനുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചോന്റെ പരലോകത്ത് വരുമ്പോ നരകത്തിൽ പോകാനുള്ള കാരണം ഉണ്ടാക്കണോന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞു പോയതാണ്. അപ്പൊ നന്മ കൽപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ പള്ളിയിലുണ്ടാകും. അതേപോലെ ചില ആൾക്കാരുണ്ടാവും അവിടെ പള്ളിയിൽ വന്ന് വർത്താനം പറയുന്ന ആൾക്കാരുണ്ടാവും, ദുനിയാവിന്റെ സംസാരങ്ങൾ നടത്തുന്നുണ്ടാകും. അപ്പൊ അവരോട് പറയാ, തിന്മ വിരോധിക്കുക, പള്ളിയിൽ ഇങ്ങനത്തെ ഒന്നും പറ്റൂലട്ടോ എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അതിന് അവസരം കിട്ടും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഏറ്റവും നല്ല അമലിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിന് പള്ളിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ പള്ളിയിൽ ചിലപ്പോൾ നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ മോശത്തരങ്ങൾ കണ്ടാൽ നമുക്ക് ഉണർത്തി കൊടുക്കാം. ചിലർ സുജൂദില്, ഇപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ സുജൂദിൽ കാല് വെക്കുമ്പോ കാല് വിരലിന്റെ ഒരു വിരലിന്റെങ്കിലും പള്ള ഭാഗം, അതായത് ആ വെളുത്ത ഭാഗം ഉള്ള്, അത് സുജൂദിൽ നിലത്ത് കുത്തിയിരിക്കണം. അതേ സമയത്ത് കാൽവിരലുകളുടെ പുറഭാഗം മാത്രം വെച്ചാൽ സുജൂദ് ശരിയാവില്ല. എന്നാൽ ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലര് കാലെന്നെ കുത്തൂല, മറിച്ച് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതും ശരിയല്ല. അപ്പൊ ആ ആളുകളൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോ അതൊക്കെ അവർക്ക് ഉണർത്തി കൊടുക്കാം. ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യണത് അവർ അബദ്ധത്തിൽ അറിയാണ്ട് അല്ലെങ്കിൽ അശ്രദ്ധരായിട്ട് പറ്റിപ്പോണതേക്കും. ഉണർത്തി കൊടുത്താൽ തിരുത്താൻ അവർ തയ്യാറാകുന്ന ആളുകൾക്കാണെങ്കിൽ ഫലം കിട്ടുമല്ലോ. ഇനിയോ അയാൾ സ്വീകരിച്ചില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പ്രശ്നമല്ല. നമ്മൾ പറയാൻ നിന്ന് നമ്മളെ കടമയാണ്, ആ കടമ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ചിലരുണ്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവരെന്തെങ്കിലും ദുർന്യായങ്ങൾ പറയും, അവരെ സ്വീകരിക്കൂല. അല്ലേ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഹജ്ജിന് പോയപ്പോ ഞാനും എന്റെ ഉപ്പുള്ള ഹാജിമാരും ഇങ്ങനെ പെരുന്നാളിന്റെ അന്ന് മക്കയിൽ നിന്ന് ഇശാന് ശേഷം രാപ്പാർക്കാൻ വേണ്ടി മിനയിലേക്ക് ആ ടണൽ വഴി നടന്നങ്ങനെ പോവുക. അപ്പോ ജംറത്തുൽ അഖബയുടെ കുറച്ച് ഇപ്പുറത്ത്, അഥവാ ഹറമിന്റെ മിനയുടെ പരിധി അതിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട്, മിന കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളൂ. അതായത് ജംറ കഴിഞ്ഞ് നേരെ ഇപ്പുറത്ത് തന്നെ മിന അവസാനിക്കുകയാണ്. മിനയിലാണ് രാപ്പാർക്കേണ്ടത്. അപ്പൊ ആ രാപ്പാർക്കണ്ടയിലൊക്കെ കുറെ ഇപ്പുറത്താണ് കുറച്ച് ആൾക്കാര്, അത് മലയാളികളാണ്. ഇങ്ങനെ പായൊക്കെ വിരിച്ച് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇവര് രാപ്പാർക്കാൻ വേണ്ടി വന്നവരായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ അവരോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ രാപ്പാർക്കാൻ വേണ്ടിയാണോ ഇവിടെ ഇരുന്നത് എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാലും മീന കുറച്ചുകൂടി അപ്പുറത്തേ തുടങ്ങുന്നുള്ളൂ, കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഇരുന്നോളി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പൊ കൂട്ടത്തുനിന്ന് ഒരാൾ, അള്ളാഹുത്താല അവർക്കൊക്കെ നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, പുറത്തു തരട്ടെ അള്ളാഹുത്താല. കൂട്ടത്തുനിന്ന് ഒരാൾ ചുങ്ങളെ എവിടുന്നാ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അബുദാബിന്ന് വന്നാണ് പറഞ്ഞു. അപ്പൊ ഇയാളെ മറുപടി എന്താ അറിയോ, ഞങ്ങളിവിടെ ജിദ്ദയിലുള്ള ഒരാള്. മനസ്സിലായോ? അതായത് അബുദാബിന്ന് വന്ന നിങ്ങളെക്കാളും ജിദ്ദയിൽ വന്ന ഞങ്ങൾക്ക് ഇവിടെയൊക്കെ അറിയാന്നുള്ളൊരു അഹങ്കാരം
ആയിരിക്കാണ് പറഞ്ഞത്. പിന്നെ നമ്മള് ഹജ്ജിൽ വെറുതെ തർക്കിക്കണ്ടയില്ലല്ലോ എന്നുള്ളത് ശരി. എന്നാല് പിന്നെ മിന ഇവിടെ തുടങ്ങിയിട്ടില്ല, നിങ്ങൾ എവിടുത്ത് വന്ന ആൾക്കാരായാലും വേണ്ടില്ല, മിന ഇവിടെ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ സലാം പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ ചില ആൾക്കാരുണ്ട്, അവരെന്ത് ചെയ്യൂല, അവരൊരു സംഗതി ഉണർത്തി കൊടുത്താൽ സ്വീകരിക്കാൻ തയ്യാറാവൂല. മനസ്സിലായില്ലേ? സ്വീകരിക്കാൻ തയ്യാറാവൂല. അത് പക്ഷെ അത് അവരുടെ പ്രശ്നമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണ്ടില്ല, അതത്ര വലിയ കാര്യമാക്കണ്ടില്ല. നമ്മൾ നമ്മളെ കടമ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിന് പലപ്പോഴും പള്ളിയിൽ അവസരം കിട്ടും. അങ്ങനെ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കലൊരു പുണ്യാണ്. ആ പുണ്യം കിട്ടുക എന്നുള്ളതും പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് കരുതാവുന്ന ഒരു നിയ്യത്താണ് എന്ന് ചുരുക്കം. പിന്നെ ഏഴാമത്തത് യസ്തഫീദ അഖൻ ഫില്ലാഹി, അള്ളാഹുവിന്റെ പിന്നെ പൊരുത്തത്തിലായിട്ട് പരസ്പരം സ്നേഹിക്കുന്ന ഒരു സ്നേഹിതനെ കണ്ടെത്താൻ സാധിക്കുക. പള്ളിയിൽ ഇങ്ങനെ കുറെ സമയം ചെലവാക്കുമ്പോ ചിലപ്പോ അതേ മൈൻഡുള്ള ഒരാൾ വേറെ ഉണ്ടായിന്ന് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ സ്വഭാവമൊക്കെ പരിശോധിച്ച് അയാൾ പടച്ചോന്റെ പൊരുത്തത്തിന് കൊണ്ട് തന്നെ പള്ളിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അയാളും നമ്മളും ബായി ആയാൽ, സഹോദരന്മാരായാൽ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്താൻ സാധിക്കും. പരലോകത്ത് വലിയ പ്രതിഫലമുള്ള ഒരു സംഗതിയാണ് പടച്ചോന് വേണ്ടി സ്നേഹിക്കുക എന്ന സ്വഭാവമുള്ള ആൾക്കാർ. നാളെ അർശിന്റെ തണല് കിട്ടുന്ന ഒരു വിഭാഗം നബി സല്ലല്ലാഹു നിങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ എന്നാ. അതായത് അവരുടെ സ്നേഹത്തിന്റെ മാനദണ്ഡം ഭൗതികമായിട്ടുള്ള ഒരു സംഗതിയല്ല, പടച്ചോ പൊരുത്തപ്പെടുന്ന കുറെ നല്ല ഗുണങ്ങൾ അയാളിലുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ സ്നേഹിക്കുന്നു. ആ നിലക്കുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്താൻ, ആത്മീയമായ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് സമ്പാദിക്കാനും ചിലപ്പോൾ എന്ത് ഉപകരിക്കും, ഈ പള്ളിയിലുള്ള താമസം ഉപകരിക്കും. ഫഇന്നദാലിക ഗനീമത്തു അഹ്ലിദ്ദീനി, ദീനിന്റെ ആൾക്കാർക്കുള്ള വലിയൊരു സൗഭാഗ്യമാണ് എന്ത്, ആ നിലക്കുള്ള അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സഹോദരനെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത്. എട്ടാമത്തെ കാര്യം യത്രുക്കൽ ദുനൂബ, ദോഷങ്ങൾ ഒഴിവാക്കൽ ആണ്. ഹയാ മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൊട്ട് ലജ്ജിച്ചുകൊണ്ട്. പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായാലും അങ്ങാടിന്ന് ചെയ്യണമാതിരി എന്ത് ചെയ്യൂല, വേണ്ടാത്തരം തെറ്റുകൾ നമ്മൾ ചെയ്യൂലല്ലോ. അപ്പൊ ആ ഒരവസ്ഥ നമുക്ക് കടന്നു വരാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഈ മഹത്തായ പള്ളിയിലെ താമസം. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ ഫഹാദ തെരീഖു തക്സീരിൻ നിയ്യാത്തി, നിയ്യത്തുകൾ ഒരൊറ്റ സംഗതി അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ളത്. ബേസിക്കലി എന്താണുള്ളത്, ഇവിടെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ പള്ളിയിൽ ഇരിക്കൽ എന്ന ആ ഒരൊറ്റ സംഗതിയിൽ നിന്ന് നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള, നിയ്യത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് റാസി ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് തുറന്നിട്ട് തരുന്നത്. ഇതെല്ലാം നമുക്ക് എന്താക്കാം, ആ ഒരൊറ്റ ഇബാദത്തിൽ കരുതാം. അങ്ങനെ കരുതുമ്പോ ഈ ഒരു ഇബാദത്ത് തന്നെ അടിസ്ഥാനപരമായ ഒറ്റ ഇബാദത്താണ്. പക്ഷെ ആ ഇബാദത്തിന്റെ പിന്നെ തുടർച്ച എന്നോണം, അല്ലെങ്കിൽ അതിന്റെ സബ് ഇനങ്ങളായിട്ട് കുറെ പുണ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നിയ്യത്ത് മുഖേന നമുക്ക് സാധിക്കും. വഖിസ്ബിഹി സായിറത്ത ആറ്റി, മറ്റേ ആരാധനകളൊക്കെ എന്തായിക്കോ ഇതിനോട് തുലനം ചെയ്തോ. അതായത് ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഓരം പറ്റി മറ്റു കുറെ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാൻ, നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എങ്കിൽ നിയ്യത്തിന്റെ വർധനവ് കൊണ്ട് പുണ്യങ്ങളുടെ വർധനവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ നിയ്യത്ത് ശരിയല്ലെങ്കിൽ ഇബാദത്ത് തന്നെ എന്തായി പോവുകയും ചെയ്യും, കുറ്റകരമായി പോവുകയും ചെയ്യും. അതിന്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞത്, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണ്, ലോകമാന്യമാണ്. എന്നാൽ ആ ഇബാദത്തിന്റെ കൂലിയല്ല, മറിച്ച് ലോകമാന്യം എന്ന് പറയുന്ന വലിയ കുറ്റത്തിന്റെ ശിക്ഷയാണ് നമ്മൾ ഏൽക്കേണ്ടി വരിക എന്നർത്ഥം. അപ്പോ 3 രൂപത്തിലാണ് നമ്മളെ പ്രവർത്തനം. ഒന്ന്, തെറ്റുകളായിട്ടുള്ള സംഗതികൾ. ആ തെറ്റുകൾ ഒരിക്കലും തന്നെ നിയ്യത്തുകൊണ്ട് എന്താക്കാൻ കഴിയില്ല, സാധാരണഗതിയിൽ നന്നാക്കാൻ കഴിയില്ല. തെറ്റുകളൊന്നും നിയ്യത്തുകൊണ്ട് എന്താക്കാൻ പറ്റൂല, നന്നാക്കാൻ പറ്റൂല. ആ സമയത്ത് ചില തെറ്റുകൾ ചിലയിടത്ത് വളരെ അപൂർവം സ്ഥലങ്ങളിൽ അനുവദിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ നുണ പറയൽ പോലത്തത്, അത് മുമ്പ് നമ്മൾ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ള മനസ്സിലാക്കേണ്ടതാണ്. പൊതുവിൽ ഒരു തെറ്റും എന്താവൂല, അത് നമ്മളെ നിയ്യത്തോണ്ട് നന്നാവൂല എന്ന് പറയുന്നിടത്തുനിന്ന് ചിലതിനെ നബി സല്ലല്ലാഹു നിങ്ങൾ ഒഴിവാക്കിയിരുന്നു. അതങ്ങനെയുള്ളൂ. ഏതൊരു പൊതു തത്വം പറഞ്ഞാലും ആ തത്വത്തിൽ നിന്ന് ചിലതിന് എന്താക്കേണ്ടതുണ്ടാവും, ഒഴിവാക്കി നിർത്തേണ്ടതുണ്ടാവും. അതൊരു ഇന്റർനാഷണൽ തത്വമാണ്. ഏതൊരു പൊതു തത്വത്തിലും എന്തുണ്ടാകും, ചിലത് ഒഴിവാക്കി നിർത്തേണ്ടതുണ്ടാവും. എന്നാൽ ഉദാഹരണം നുണ പറയൽ എന്നത് കുറ്റാണ്, അത് ഹറാമാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്, അത് അനുവദിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ചില ഘട്ടങ്ങളിൽ നുണ പറയൽ അനുവദിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് കാണാലോ, പിന്നെ ലൈസൽ കദ്ദാബു ബിൽ മുസ്ലിഹ്, ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ അവൻ നുണയനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, നുണ പറയൽ എന്ന സംഗതി അവിടെ ഉണ്ട്.
പക്ഷേ ആ നുണ പറയൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതേസമയത്ത് ലോകമാന്യം പോലത്തെ ഒന്നും എന്ത് ചെയ്യണില്ല, അനുവദിക്കപ്പെടണില്ല. അപ്പൊ അനുവദിക്കാത്ത തെറ്റുകൾ നിയ്യത്ത് നന്നാക്കിയത് കൊണ്ട് എന്താക്കൂല, നന്നാവൂല എന്ന് പറഞ്ഞു. ഇനി നല്ല കാര്യങ്ങൾ തന്നെ നിയ്യത്ത് മോശായാൽ അത് തെറ്റായിട്ട് മാറുന്നും പറഞ്ഞു. ഇനി മൂന്നാമത്തെ സംഗതി എന്താണുള്ളത്? സായിറുൽ മുബാഹാത്തി, മറ്റ് അനുവദനീയമായ സംഗതികൾ. അതായത് ചെയ്താൽ പ്രത്യേകിച്ച് കൂലിയില്ല, ഒഴിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കുറ്റമല്ലാത്ത, അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കൂലിയോ, ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കുറ്റമല്ലാത്ത സംഗതികൾ, അതാണ് അനുവദനീയം എന്ന് പറയുന്ന കാര്യങ്ങൾ. വല ശൈഅ മിൻഹാ ഇല്ലാ വയഹ്തമിലു നിയ്യത്തൻ ഔ നിയ്യാത്തിൻ യസീറു ബിഹാ മിൻ മഹാസിനിൽ ഖുർബാത്തി. എന്നാൽ ആ അനുവദനീയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പലതും, ആ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഒന്നോ ഒന്നിലധികമോ നല്ല നിയ്യത്തുകൾ മുഖേന പുണ്യകരമാക്കി മാറ്റാൻ പറ്റുന്ന സംഗതികളായിരിക്കും. മുബാഹായ സംഗതി നല്ല നിയ്യത്ത് കൊണ്ട് അല്ലെങ്കിൽ നിയ്യത്തുകൾ കൊണ്ട് പുണ്യകരമാക്കാൻ നമുക്ക് സാധിക്കും. ഫമാ അഅ്ലമ ഖുസ്റാന മൻ യഗ്ഫുലു അൻഹാ വലാ യസ്രിഫുഹാ ഇലൽ ഖുർബാത്ത്. ഫമാ അഅ്ലമ ഖുസ്റാന മൻ യഗ്ഫുലു അൻഹാ. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അശ്രദ്ധനായ മനുഷ്യന്റെ നഷ്ടം എന്ത് പറയാനാണ്? വലാ യസ്രിഫുഹാ ഇലൽ ഖുർബാത്തി, ആ അനുവദനീയങ്ങളെ നന്മകളാക്കി പുണ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി അവൻ നിയ്യത്തിനെ ആ വിധത്തിൽ ക്രമീകരിക്കാത്തവന്റെ നഷ്ടം എന്തു പറയാനാണ്? അഥവാ വല്ലാത്ത നഷ്ടമാണ് അവന് പറ്റിയത്. അഥവാ വെറും അനുവദനീയങ്ങളായ കാര്യങ്ങൾ നല്ല നിയ്യത്ത് കൊണ്ട് പുണ്യങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഹദീസിലുണ്ടല്ലോ, മൻ തതയ്യബ ലില്ലാഹി ജാഅ യൗമൽ ഖിയാമത്തി വരിഹുഹു അത്യബു മിൻ റീഹിൽ മിസ്കി. അല്ലാഹുവിന് വേണ്ടി ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ അന്ത്യനാളിൽ അവൻ വരുമ്പോ കസ്തൂരിയെക്കാളും നല്ല സൗരഭ്യമുള്ളവനായിട്ടാണ് അവൻ വരിക. അതേസമയത്തോ മൻ തതയ്യബ ലിഗൈരില്ലാഹി, അല്ല അല്ലാത്തവർക്ക് വേണ്ടി അവൻ സുഗന്ധം ഉപയോഗിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവൻ വരുമ്പോ വരീഹുഹു അൻതനു മിനൽ ജീഫ, ശവത്തെക്കാളും ദുർഗന്ധമുള്ളവനായിട്ടായിരിക്കും അവൻ വരിക എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അഥവാ നിയ്യത്ത് മുഖേന ഒരു സംഗതിയെ ഓൻ എന്താക്കി മാറ്റാൻ പറ്റും? അവന് പുണ്യമുള്ളതാക്കി മാറ്റാൻ പറ്റും. നിയ്യത്ത് മുഖേന തന്നെ ചിലതിന് എന്താക്കി മാറും? തിന്മയായിട്ടും വരും. അതിലിപ്പോ ഈ ഉദാഹരണം സത്യത്തിലൂടെ ഫിറ്റല്ല. കാരണം സുഗന്ധം ഉപയോഗിക്കൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യമായി പഠിപ്പിച്ച ഗണത്തിൽ തന്നെ പെട്ടതാണ്. പക്ഷെ ആ പുണ്യം തന്നെ അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ഉദ്ദേശം അതിൽ വരുന്നില്ലെങ്കിൽ എന്താവും? അത് വലിയ അപകടമായിട്ട് മാറും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ശരി, ഇമാം റാസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫശ്റഹ് ലി കൈഫിയത ഹാദിഹി നിയ്യ, ഒരു അനുവദനീയം എങ്ങനെയാണ് പുണ്യമായി മാറ്റാൻ സാധിക്കുക? അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടി നീ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫയലം നീ മനസ്സിലാക്കണം, അന്നൽ ഖസ്ദ മിനത്ത് തതയ്യുബി, സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം ഇൻകാന ഹുവ തനഉമ ബിലദ്ദാത്തി ദുനിയ, ദുനിയാവിന്റെ രസങ്ങളെ കൊണ്ടൊരു സുഖം അനുഭവിക്കുക എന്നാണെങ്കിൽ, ഔ ഇൽഹാറ തഫാഹുരി, അല്ലെങ്കിൽ പവർ വെളിവാക്കലാണ് ഉദ്ദേശമെങ്കിൽ, ഔ റിയാ അൽ ഖൽഖി, അല്ലെങ്കിൽ പടപ്പുകളുടെ മുന്നിൽ അവരൊക്കെ ഒന്ന് ഞാൻ സുഗന്ധം ഉപയോഗിക്കുന്ന ആളാന്ന് കണ്ടോട്ടെ എന്ന ലക്ഷ്യമാണെങ്കിൽ, ഔ ലിയതവദ്ദദ ബിഹി ഇലാ ഖുലൂബിൻ നിസാഇ, അല്ലെങ്കിൽ ഈ നല്ല സുഗന്ധം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് കേറിപ്പറ്റാനുള്ള ഒരു ലക്ഷ്യമായിട്ട് ഇവൻ കാണുകയാണെങ്കിൽ, ഫകുല്ലു ദാലിക, ഇതെല്ലാം യജ്അലു തതയ്യുബ മഅസിയതൻ, സുഗന്ധം ഉപയോഗിക്കൽ എന്നതിനെ കുറ്റകരമാക്കി മാറ്റുന്നു. സുഗന്ധം ഉപയോഗിക്കൽ എന്നതിനെ കുറ്റകരമാക്കി മാറ്റും അത്. അതേസമയത്ത് വൈൻകാനിൽ ഖസ്ദു, സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അവന്റെ ഉദ്ദേശമാണെങ്കിൽ ഇഖാമത്ത സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നിലനിർത്തുക എന്നതാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, ഉദാഹരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് സുഗന്ധം ഉപയോഗിക്കൽ. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും സലാസ്, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് 3 സംഗതികൾ എനിക്ക് വളരെ താല്പര്യമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത്തീബു വൻ നിസാ വജുഅലതു ഖുർറത്തു ഐനി ഫി സ്വലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസിലുണ്ട്. ഭാര്യമാരും അതേപോലെ തന്നെ സുഗന്ധം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് അത് ജീവിതത്തിൽ പകർത്തുക എന്ന ഉദ്ദേശമാണെങ്കിൽ അത് എന്താക്കി മാറ്റും? പുണ്യമാക്കി മാറ്റാൻ സാധിക്കും നമുക്ക്. അതേപോലെ തന്നെ ദഫ്ഇർ റവാഹിൽ മുഅദിയത്തിൻ ഇബാദില്ല, അള്ളാഹുവിന്റെ അടിമകളെ തൊട്ട് ഇടങ്ങേറുണ്ടാക്കുന്ന ദുർവാസനകൾ, ആ വാസനകൾ ഉപേക്ഷിക്കൽ എന്ന ഉദ്ദേശം ഉണ്ടായാൽ അത് നല്ല ഉദ്ദേശമാണ്. അതേപോലെ തന്നെ തഅലീമിൽ മസ്ജിദി, പള്ളിയെ ബഹുമാനിക്കൽ എന്ന ഉദ്ദേശം ഉണ്ടായി പള്ളി പോകുമ്പോ
സുഗന്ധം ഉപയോഗിച്ചു പോകണം, കാരണം പള്ളിയോടുള്ള ബഹുമാനാണ് എന്ന നിലക്ക് ഒരാൾ ചിന്തിച്ചു പോയാൽ ഫഹുവ ഐനുത്താ, അത് ശരിക്കും ആരാധന തന്നെയാണ്. അപ്പൊ അതൊരു നല്ല പുണ്യകരമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ വൈദാ അറഫ്ത ദാലിക, ഇത് നീ മനസ്സിലാക്കിയാൽ ഫഖിസ് അലൈഹി സായിറൽ മുബാഹാത്തി, മറ്റു അനുവദനീയങ്ങളൊക്കെ ഇതിനോട് നീ തുലനം ചെയ്തോ. പല അനുവദനീയങ്ങളെയും നിയ്യത്ത് കൊണ്ട് നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും അർത്ഥം, പുണ്യകരമാക്കി മാറ്റാൻ സാധിക്കും. അതേസമയത്ത് നിയ്യത്ത് കൊണ്ട് അനുവദനീയം എന്നതിനെ എന്തിലേക്കും എത്തിക്കും, കുറ്റത്തിലേക്കും എത്തിക്കാൻ സാധിക്കും. വല്ലാബിത്തു, ഇതിന്റെ പിന്നെ ഒരു മാനദണ്ഡം, അന്ന കുല്ലമ ഫഅൽതഹു ലിദാഇൽ ഹഖ് ഫഹുവൽ അമലുൽ ഹഖ്, അള്ളാന്റെ പൊരുത്തം എന്ന ഒരു സംഗതി അതിന്റെ ഉദ്ദേശത്തോടു കൂടെ നീ പ്രവർത്തിക്കുന്ന എല്ലാ സംഗതികളും അത് സത്യസന്ധമായ പ്രവർത്തനാണ്. കുല്ലമാ അമിൽതഹു ലിഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവർക്കൊണ്ട് ഈ ചെയ്യുന്ന ഹലാലുഹ ഹിസാബുൻ, അതിലെ അനുമതിയങ്ങൾ എന്നെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. ഹറാമുഹ അദാബുൻ, അതിലുള്ള ഹറാമായ സംഗതികളാണെങ്കിൽ ശിക്ഷക്കും അർഹമാകുന്നതാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് അവിടുത്തെ അദ്കയിൽ പറഞ്ഞത് നമുക്കറിയാലോ, വതസീറു ഔഖാതുൽ മുബാഹി ബിനിയ്യത്തിൻ മസ്റൂഫതൻ ഫിൽ ഖൈരി ഫസ്ഹു ബിൽഇതിലാ. വതസീറു ഔഖാതുൽ മുബാഹി, അനുവദനീയമായ സമയങ്ങളായി തീരും ബിനിയ്യത്തിൻ, നിയ്യത്ത് മുഖേന മസ്റൂഫതൻ ഫിൽ ഖൈരി, നന്മയിലേക്ക് തിരിക്കപ്പെട്ടതായി മാറും. അതുകൊണ്ട് ഫസ്ഹു, ശരിക്കും നീ എന്താക്കിക്കോ, ഉണർന്ന് ചിന്തിച്ചോ, ഇതിലൊരിക്കലും തന്നെ അലംഭാവം ഉണ്ടാകണ്ട. അപ്പോ നല്ല നിയ്യത്ത് മുഖേന നമ്മുടെ സമയത്തെ വെറുതെ ആക്കി ഒന്നിലും പെടാതെ കുറ്റമല്ല നന്മയും ഇല്ലാത്ത വിധത്തിൽ ചെലവാക്കി കളയുന്ന സമയത്തെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും, നല്ലതാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ തന്നെ പൊതുവിൽ അനുവദനീയം എന്ന് പറയുന്ന പല സംഗതികളും നല്ല ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അത് എന്താക്കി മാറ്റാൻ, നമുക്ക് കൂലി കിട്ടുന്ന സംഗതിയാക്കി മാറ്റാൻ പറ്റും. അല്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ ഗുഹ്യഭാഗത്തിന്റെ സുഖം നിങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കൂലി ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്ത് ചോദിച്ചു, നബിയെ ഇങ്ങനെ ഞങ്ങളെ ലൈംഗിക ആഗ്രഹം തീർക്കണേനും കൂലി കിട്ടുമോ? ബഹുമാനപ്പെട്ട നബി തങ്ങളെ മറുചോദ്യം ചോദിച്ചു, അത് തീർക്കാൻ വേണ്ടി നിങ്ങള് ഹറാമായ ഒരു മാർഗം സ്വീകരിച്ചാൽ അതിന് കുറ്റം കിട്ടൂലേ? കുറ്റം കിട്ടും. അപ്പൊ അതൊരു ഹലാലായ മാർഗത്തിലൂടെ ആക്കിയാലോ, അപ്പൊ നിങ്ങൾക്ക് എന്താക്കുക, കുറ്റത്തിൽ നിന്ന് ഒഴിവായതിന്റെ പേരിൽ കൂലിയും കിട്ടും. അപ്പോ നമ്മൾ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നു, ആ ബന്ധപ്പെടുമ്പോ അവൾ ഉദ്ദേശം എന്താക്കി മാറ്റുക, പഠിച്ചോനെ ഒരു തെറ്റിലേക്ക് പോകാതെ എന്റെ ദീന് സംരക്ഷിക്കാനാണ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ അതിന് കൂലി കിട്ടും. മനസ്സിലേ? ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റബ്ബേ ഈ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ആരോഗ്യമൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് നിന്റെ വിവാദത്തിന് വേണ്ടി അതിന്റെ ആ ആരോഗ്യത്തിന്റെ അനുകൂല ഘടകം അത് ഉപയോഗപ്പെടുത്താനാണ് എന്ന നിയ്യത്തിലാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് വെറും ഒരു അനുവദനീയം എന്നതിൽ നിന്ന് എന്തിലേക്ക് മാറും, പുണ്യത്തിലേക്ക് മാറും. അപ്പോ ഏതൊരു അനുവദനീയമായ കാര്യം ചെയ്യുമ്പോഴും അത് പരമാവധി നന്മയുടേതായ ഭാഗത്തേക്ക് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക, ആ നിലക്ക് ആലോചിക്കുക, ആലോചിച്ച് ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ ക്രമീകരിക്കുക. ഇത് നിയ്യത്ത് മുഖേന മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് എന്നത് ഇവിടെ ചിന്തിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിയ്യത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തം, അതേപോലെ തന്നെ റബ്ബ് ഇഷ്ടപ്പെടുന്ന സംഗതികൾ എന്ന ആ ഒരു ചിന്ത അതുണ്ടാക്കിയെടുക്കാന്നുണ്ട്. അല്ലാതെ ഓരോ സംഗതിയിലും ഇങ്ങനെ നവൈത്തു എന്ന് പറഞ്ഞു നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നുണ്ട്, ഏലം അന്നൽ ജാഹില ഇദാ സമിഅൽ വുജൂഹൽ അഖലിയത വൻ നഖലിയ, ബുദ്ധിപരമായും അതേപോലെ തന്നെ രേഖാപരമായിട്ടുമൊക്കെയുള്ള ചില ന്യായങ്ങൾ ചില ബുദ്ധിയില്ലാത്ത ആളുകൾ കേൾക്കുമ്പോ അവർ മനസ്സിലാക്കും എന്ത്, ഫി അന്നഹു ലാ ബുദ്ദ മിനൻ നിയ്യത്തി, ഏതൊരു സംഗതിയിലും എന്ത് വേണം, നിയ്യത്ത് വേണമെന്ന് മനസ്സിലാക്കും. അല്ലെ? നിയ്യത്ത് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഫയഖൂലു ഫി നഫ്സിഹി ഇൻദ തദ്രീസിഹി വ തിജാറത്തിഹി, കച്ചവടം ചെയ്യുമ്പോഴും പഠനം നടത്തുമ്പോഴൊക്കെ എന്താക്കും, ഓങ്ങനെ നിയ്യത്ത് ചെയ്യും, നവൈത്തു അന്ന ദുർസലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ദർസ് നടത്താൻ കരുതി, വത്തജിറുലില്ല, അള്ളാഹ്ക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നു എന്നൊക്കെ കരുതി, യദുന്നു അന്നദാലിക നിയ്യത്തുൻ, അതാണ് നിയ്യത്ത് എന്നാണ് ആ സാധുവിന്റെ ധാരണ. വാസ്തവത്തിൽ അതവന്റെ മനസ്സിലുള്ള ഒരു വർത്തമാനമോ അല്ലെങ്കിൽ നാവുകൊണ്ടുള്ള ഒരു പറച്ചിലോ മാത്രമാണ്. മറിച്ച് വന്നിയ്യത്തു ബി മഅസിലിൻ ജമീദാലിക, നിയ്യത്ത് നിന്നൊക്കെ അപ്പുറത്താണ്. എന്താണ്? ഇന്നമൻ നിയ്യത്തു ഇംബിആസുൻ നഫ്സി വമൈലുഹ ഇലാ മാ ലഹറ ലഹാ അന്ന ഫീഹി ഖർലഹ ഇമ്മ ആജിലൻ വ ഇമ്മ ആജില. മറിച്ച് നിയ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആ പ്രവർത്തനം നടത്തുന്ന സന്ദർഭത്തിൽ
അതിന്റെ ചെയ്യാനുള്ള തന്റെ മോട്ടിവേഷൻ അത് പെട്ടെന്നോ അല്ലെങ്കിൽ ഭാവിയിലോ തനിക്ക് ലഭിക്കേണ്ട ആ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പ്രചോദനം, ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ചായൽ, ഒരു ചെരിച്ചില്, അതാണ് എന്ത് നിയ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പോ മനസ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു. ഉദാഹരണം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പഠിച്ചോനെ ഞാൻ ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഇബാദത്തിന് റാഹത്തും അതേപോലെ ആരോഗ്യം കിട്ടുക എന്നൊരു സംഗതി വരുമ്പോ അത് ഭക്ഷണം കഴിക്കാനുള്ള പ്രചോദനാക്കിയോ മാറ്റുമ്പോ അതാണ് എന്ത് വാസ്തവത്തിൽ നിയ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് ബഹുമാനപ്പെട്ട. എന്നാൽ ചിലയിടത്ത് എന്ത് ചെയ്യണോ ഇന്നത് തന്നെ കരുതല് പ്രത്യേകം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അവിടെ ആ സ്ഥലത്ത് അങ്ങനെ തന്നെ കരുതണം. ഇനിയിപ്പോ നിസ്കാരത്തിൽ ഇങ്ങനെ നിയ്യത്ത് വേണ്ട, പിന്നെ മനസ്സിൽ പ്രത്യേകം കരുതണ്ട എന്നൊന്നും ഇതിന് അർത്ഥമല്ല. മറിച്ച് അങ്ങനെ പറഞ്ഞിടത്തൊക്കെ അത് തന്നെ വേണം. പൊതുവിൽ ഏതൊരു അനുവദനീയമായ കാര്യത്തിൽ പോലും ആ ചെയ്യുന്ന സമയത്തുള്ള മനസ്സിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യം, അത് ചെയ്യാനുള്ള പ്രചോദനം അതെങ്ങനെ ലഭിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് കാര്യങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഏതായാലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നു, ഏലം അന്ന നിയ്യാത്തിന്നാസി ഫി തആത്തി അഖ്സാമുൻ, ജനങ്ങളുടെ നിയ്യത്തുകൾ അവരുടെ കരുത്ത് ഇബാദത്തുകളുടെ കാര്യത്തിൽ തന്നെ പല വിധത്തിലാണ്. ഫമിൻഹും മൻ യകൂനു അമലുഹും, ചിലരുടെ അമല് ഇജാബത്തൻ ലിബാഇസിൽ ഖൗഫി, അവരുടെ പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ചുള്ള ഭയം, ആ ഭയത്തിൽ നിന്നുണ്ടായ പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതിന് ഉത്തരം ചെയ്യലായിരിക്കും. ഫൈന്നഹു യത്തഖിന്നാറ, അവൻ നരകത്തെ സൂക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നരകത്തിൽ എത്തിപ്പെടരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക പലരും. അപ്പൊ അവരുടെ ഉദ്ദേശം അതേക്കും. വമിൻഹും മൻ യഅമലു ലിബാഇസിർ റജാഇ, പ്രതീക്ഷ എന്ന ആ ഒരു പ്രചോദനം മുഖേന അമൽ ചെയ്യുന്ന ആളുകളുണ്ട്. വഹുവർ റഗ്ബത്തു ഫിൽ ജന്ന, ഈ ഇബാദത്ത് ചെയ്തിട്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ എന്ന ചിന്തയായിരിക്കും അവന്. വൽ ആമിലുൽ അജലിൽ ജന്നത്തി, വാസ്തവത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ടി എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ആള് ആമിനുല്ലി ബത്തനിഹിയോ ഫർജിഹി, ഓനോന്റെ ഗുഹ്യഭാഗത്തിനും അതേപോലെ തന്നെ വയറിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ചാൽ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ എന്താക്കാം, യാതൊരു പ്രശ്നമല്ലാതെ പിന്നെ ലിമിറ്റ് വെക്കാതെ തിന്നാം, അല്ലെ? അതൊരു സംഗതിയാണ്. അത് വിചാരിച്ചിട്ട് ഓൻ എന്ത് ചെയ്യണത്, അപ്പൊ ഓന്റെ വയറ് സജീവാക്കണം. ഭൂമിയിലൊക്കെ ആണെങ്കിൽ തിന്നാൻ കുഞ്ഞ് ഉണ്ടായാൽ തന്നെ ഒരു പരിധിക്കപ്പുറം തിന്നാൻ എന്താവും, കൊളസ്ട്രോൾ വരും, അതേപോലെ തന്നെ ഷുഗർ കൂടും, അതുപോലെ പിന്നെ മറ്റു പല പ്രയാസങ്ങളും ഉണ്ടാകും, അതേസമയത്ത് തടി കൂടും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതും ഉണ്ട്. അതേസമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കണക്കിലാ തിന്നാൻ പറ്റുമല്ലോ എന്ന ചിന്ത, അതേപോലെ തന്നെ അവിടെ എത്തിയാൽ ഇഷ്ടം പോലെ ഹോർലിങ്ങളുണ്ട്, അതേപോലെ തന്നെ തന്റെ ഭാര്യമാരുണ്ട്, അങ്ങനെ ആവുമ്പോ ആ നിലക്കുള്ള കാര്യങ്ങളും സുഖാവും. അപ്പൊ അതിനു വേണ്ടി ഉള്ളൊരു പ്രവർത്തനമായിട്ടാണ് സ്വർഗം കിട്ടാൻ വേണ്ടി അമൽ ചെയ്യണോന്റെ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി വരിക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അമ്മാ ഇബാദത്തു ദവിൽ അൽബാബി, നല്ല ബുദ്ധിമാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ ഇബാദത്തുകൾ ഫലാ തുജാവിദു സിക്റല്ലാഹി വൽ ഫിക്റ ഫീഹി, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അള്ളാഹുവിന്റെ ഫിക്റിൽ നിന്നും, അഥവാ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും അവനെ കുറിച്ചുള്ള ചിന്തയും അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അവന്റെ മഹത്തായ സ്ഥാനവും അതേക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും വിട്ട് ഒരിക്കലും തന്നെ മറ്റൊന്നിലേക്കും അവരുടെ ഇബാദത്തിന്റെ പ്രേരണ പ്രചോദനം പോകൂല. ഹുബ്ബല്ലി ജലാലിഹി, അള്ളാഹുവിന്റെ മഹത്വം അതവർ ശരിക്കും മനസ്സിൽ കണ്ടു, അതിന്റെ പവർ അവർ മനസ്സിലാക്കി. എന്നിട്ട് ആ റബ്ബിന്റെ ഇഷ്ടം കിട്ടണം, അവന്റെ പൊരുത്തം കിട്ടണം. അള്ളാഹു തആല എന്നെ സ്വർഗത്തിലാക്കിയാലും എനിക്ക് പ്രശ്നമല്ല, നരകത്തിലാക്കിയാലും എനിക്ക് പ്രശ്നമല്ല. ചില മഹാന്മാര് പറഞ്ഞത് കാണാം, ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പഠിച്ചോനെ, എന്നെ നീ നരകത്തിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോയിട്ടാൽ ആ അടിത്തട്ടിൽ കൊണ്ടുപോയി ഇടുന്നതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടം നീ നടപ്പാക്കുമ്പോ നരകത്തിന്റെ ചൂട് സഹിക്കുന്നത് പോലും ഒരു വിഷമമായി ഞാൻ കാണില്ല, മറിച്ച് അതും എനിക്കൊരു സുഖമായിരിക്കും. മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ ബൽഖ രാജ്യത്തിന്റെ ആധിപത്യം ഏറ്റെടുത്ത് സുഖലോലുപനായി കഴിച്ചുകൂട്ടിയ ഒരു ഘട്ടമുണ്ട്. എന്നാൽ അതിൽ നിന്ന് ആധ്യാത്മിക രംഗത്തേക്കുള്ള ചിന്ത കടന്നു വരികയും പടച്ചവന്റെ പൊരുത്തത്തിലേക്കായിട്ട് തിരിയുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങള് തന്റെ ആ രാജ്യത്തിന്റെ അധികാരം ഒഴിഞ്ഞു, അദ്ദേഹത്തിലുള്ള ഭരണത്തിന്റെ സുഖങ്ങൾ ഒഴിവാക്കി, എന്നിട്ട് പടച്ചവന്റെ പൊരുത്തത്തിലേക്ക് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞൊരു പദമുണ്ടല്ലോ, പടച്ചോനെ നിന്റെ പൊരുത്തം കരസ്ഥമാക്കുക. തറക്തുൽ ഖൽഖതുറം ഫീ റിളാക വൈതംതുൽ അയാല ലികൈ അറാക. അല്ലാഹുവേ, ഞാൻ പടപ്പുകൾ എന്റെ അധികാരമൊക്കെ ഞാൻ വിട്ടു. എന്തിനു വേണ്ടി? നിന്റെ പൊരുത്തം നേടാൻ വേണ്ടി.
എന്റെ മക്കളെ ഞാൻ യതീമാക്കുകയും ഭാര്യയെ വിധവയാക്കുകയും ചെയ്യുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള എന്റെ പ്രവർത്തനത്തിന്റെ രംഗത്ത് നിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തിനിടയിൽ എന്നെ നീ ഇഞ്ചിഞ്ചായി കഷ്ണിച്ചാലും എന്റെ മനസ്സ് നിന്നിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ആഗ്രഹിക്കില്ല. ആണുങ്ങള് ഇതാണ് ഇബാദത്ത് ചെയ്യുന്ന ബുദ്ധിമാന്മാരായ മഹാന്മാരായ ആളുകളുടെ മനോഗതി. അവരുടെ ഇബാദത്തിന്റെ ലക്ഷ്യം സ്വർഗല്ല. ലഹൂലം യഅ്ബുദൂ മിൻ ഖൗഫി നാരി വലാ ശൗഖൻ ഇലാ മാ ഫിൽ ജിനാനി. ആ നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തിലേക്ക് ആഗ്രഹിച്ചിട്ടോ അല്ല മഹാന്മാരെ ഇബാദത്ത് എടുത്തത്. മറിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യം, അവന്റെ പൊരുത്തം നേടുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യം എനിക്ക് കിട്ടണം. അതിന് ഞാൻ എന്ത് സഹിക്കേണ്ടി വന്നാലും അതൊക്കെ ഒരു പൂമാലയായി സ്വീകരിക്കാൻ മനസ്സ് പാകപ്പെട്ട് കിട്ടുന്ന അവസ്ഥ. അതാ പറയണത് വമ്മ ഇബാദത്തു ദവിൽ അൽബാബി, ബുദ്ധിമാന്മാരായ അള്ളാഹുവിന്റെ അടിമകളുടെ ഇബാദത്ത് ഫലാ തുജാവിദു ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ഓർമ്മയെ തൊട്ടത് മറ്റൊന്നിലേക്ക് അത് വിട്ടുകിടക്കൂല. അതേപോലെ തന്നെ വൽ ഫിക്ര ഫീഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് വിട്ടുകിടക്കൂല. ഹുബ്ബൻ ലിജലാലിഹി, അള്ളാഹുവിന്റെ മഹത്വം അവരതിനു മാത്രം സ്നേഹിച്ചതുകൊണ്ട്. വസായിറുൽ അഅ്മാലി മുഅക്കിദാത്തുൽ ലഹു, മറ്റുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു ലക്ഷ്യത്തിന് ശക്തി പകരാനുള്ള മാർഗങ്ങൾ മാത്രമായിട്ട് അവർ കാണുകയുള്ളൂ. വഹുമുല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു, അവരാണ് രാവിലെയും വൈകുന്നേരവും എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹിന്റെ പൊരുത്തത്തിനു വേണ്ടി ഇബാദത്ത് എടുക്കുന്നവർ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞവർ. ഏതായാലും ശരി, വസവാബുന്നാസി, ജനങ്ങളുടെ പ്രതിഫലം ബിഖദ്രി നിയ്യാതിഹിം, അവരുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ലഭിക്കുക. ഫലാ ജറമ, അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. സാറൽ മുഖറബൂന മുതനഇമീന ബിന്നദ്രി ഇലാ വജ്ഹിൽ കരീം, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയ മഹാന്മാർ അവര് മുതനഇമീന ബിന്നദ്രി ഇലാ വജ്ഹിൽ കരീം, പടച്ചോനെ കൺകുളിർക്ക് കാണുക എന്ന ആ മഹത്തായ സൗഭാഗ്യം കൊണ്ട് വിജയിക്കുന്നവരാണ്. വനിസ്ബത്തു ശറഫിൽ ഇൽതിദാദി ബിനഈമിൽ ജന്നത്തി ഇലാ ശറഫിൽ ഇൽതിദാദി ബിഹാദൽ മഖാമി കനിസ്ബത്തി നഈമിൽ ജന്നത്തി ഇലാ വജ്ഹിൽ കരീം. സ്വർഗത്തിന്റെ സുഖങ്ങൾ കൊണ്ട് സ്വർഗത്തിന്റെ സുഖങ്ങൾ കൊണ്ട് സന്തോഷിക്കുക എന്നതും അള്ളാഹുവിനെ കണ്ട് സന്തോഷിക്കുക എന്നതും തമ്മിലുള്ള വ്യത്യാസം, ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കണം. അപ്പൊ റബ്ബിനെ കാണുക എന്ന ലക്ഷ്യം അത് വലിയവർക്ക് ഉണ്ടാകുന്നതാണ്. അതേസമയത്ത് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ നരകത്തുനിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ചിലർക്ക് സ്വർഗത്തിലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതി, ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഏതായാലും ശരി, ഈ രൂപത്തിലുള്ള ഏത് സംഗതികളായാലും ആത്മീയമായി അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വിധത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേലിൽ ഒരു ഭയമല്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈഇ وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. وقالت اليهود, ജൂതന്മാർ പറഞ്ഞു, ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ, ക്രിസ്ത്യാനികൾ ഒന്നിന്റെ മേലിലും അല്ലാച്ച അവർക്ക് സത്യമായിട്ടൊരു ബന്ധമല്ല, അവരൊരു ചുക്കുമല്ലാറില്ല നമ്മള്, അവരൊന്നിന്റെ മേലിലുമല്ല. വക്കാലത്തിൻ നസാറ, ക്രിസ്ത്യാനി തിരിച്ചും പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ, ജൂതന്മാരൊന്നുമല്ല, അവർക്ക് സത്യമായിട്ടൊരു ബന്ധമല്ല. വാസ്തവത്തിൽ വഹുമ്യത്തിലൂനൽ കിതാബ, ഇവരെല്ലാവരും എന്താകുന്നു, അവരുടെ ഗ്രന്ഥം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഓതിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യണത്, അവരിത് പറയണത്. മനസ്സിലായില്ലേ? അവരിത് പറയണത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഓതിക്കൊണ്ട് തന്നെയാണ്. അഥവാ ക്രിസ്ത്യാനികൾ ജൂതന്മാര് ശരിയല്ലാറുന്നത് അവരുടെ ഗ്രന്ഥം ഓതിയിട്ടാണ്, ജൂതന്മാര് ക്രിസ്ത്യാനികൾ ശരിയല്ലാറുന്നത് അവരുടെ ഗ്രന്ഥം ഓതിയിട്ടുമാണ്. എന്നാൽ കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം, ഇപ്രകാരം ഒരു വിവരമില്ലാത്ത ആളുകൾ ഈ ജനങ്ങൾ പറയുന്നത് പോലെ എന്താക്കും, പറയും. എന്നാൽ ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വിധിക്കുന്നതാണ്.
ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു വിഷയത്തിലായിരുന്നോ ഭിന്നിച്ചിരുന്നത് ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിധിക്കും. ഇവിടെ ഇപ്പൊ എന്തായി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞല്ലോ എന്ത്, പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമേ സ്വർഗത്ത് കടക്കുള്ളൂ എന്ന്. ആ പറഞ്ഞതിനെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു നിയമമല്ല, അതിനൊരു തെളിവില്ല എന്ന് മാത്രമല്ല, സ്വർഗത്ത് കടക്കണമെങ്കിൽ ആരായിരിക്കണം? അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അവരെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും പടച്ചോന്റെ ഇഷ്ടവും അവന്റെ താല്പര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നതിന് അല്ലാഹു തആല മറുപടി പറഞ്ഞു. ഇനി അത് ഒന്നുകൂടി വിശദീകരിച്ച് പറയാണ് ഇവിടെ. ജൂതന്മാരെ സ്വർഗത്ത് കടക്കൂന്നും ക്രിസ്ത്യാനിയെ സ്വർഗത്ത് കടക്കൂന്നും പറഞ്ഞതിന്റെ ആ സംഗതി ഒന്നുകൂടി വിശദീകരിച്ച് പറയാണ്. ഓരോ വിഭാഗവും അവരെ ന്യായീകരിക്കുകയും മറ്റുള്ളവരെ 100% നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? ഓ ബയ്യന ഖൗല കുല്ലി ഫരീഖിൻ മിൻഹും ഫിൽ ആഖിരി. ജൂതന്മാർക്ക് ക്രിസ്ത്യാനികളെ പറ്റിയുള്ള അഭിപ്രായവും ക്രിസ്ത്യാനിക്ക് ജൂതനെ പറ്റിയുള്ള അഭിപ്രായവും അള്ളാഹു വിശദീകരിച്ചു പറഞ്ഞു. വ കൈഫ യുൻകിറു കുല്ലു തായിഫത്തിൻ ദീനൽ ഉഖറ. ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തിന്റെ മതത്തെ എങ്ങനെയാണ് നിഷേധിക്കുന്നത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിച്ചു പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ജൂതന്മാരൊന്നുമല്ല. ഇത് പറയാനുണ്ടായ പശ്ചാത്തലം എന്താ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അന്ന വഫദ നജറാനിൽ നിന്നുള്ള ഒരു ദൗത്യ സംഘം ലമ്മ ഖദിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ, അതാഹും അഹ്ബാറുൽ യഹൂദി, ജൂതന്മാരായ കുറെ പുരോഹിതന്മാരും അവിടെ വന്നു. മറ്റത് ക്രിസ്ത്യാനികളുടെ സംഘാണ്. ആ ക്രിസ്ത്യാനികളുടെ സംഘം അവിടെ വന്നപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാർ കുറെ ആളുകൾ അവിടെ വന്നു. അങ്ങനെ തനാലറു, അവർ തമ്മിൽ എന്ത് ചെയ്തു? സംവാദം നടന്നു. അത്തർത്തഫഅത്ത് അസ്വാത്തുഹും, അവരുടെ ശബ്ദം ഉയർന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചിട്ട് ഇവര് രണ്ടു കൂട്ടരും തമ്മിൽ എന്ത് ചെയ്തു? സംവാദം നടക്കുകയും അവരുടെ ശബ്ദം ഉയരുകയും ചെയ്തു. ലഹളായി. ഫഖാലത്തിൽ യഹൂദു, അപ്പൊ ജൂതന്മാര് പറഞ്ഞു, മാ അൻതും അലാ ശൈഇൻ മിനദ്ദീനി, നിങ്ങൾക്ക് മതവുമായി ഒരു ബന്ധമുള്ളവരല്ല നിങ്ങൾ. വകഫറു ബി ഈസാ അലൈഹിസ്സലാം വൽ ഇൻജീൽ, ഈസാ അലൈഹിസ്സലാമിനെയും ഇൻജീലിനെയും അവർ നിഷേധിച്ചു. ഈസാ നബി ശരിയല്ല, ഇൻജീലിന് കിതാബില്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിച്ചു. വക്കാലത്തിൻ നസാറ ലഹും, അതിന് മറുപടിയായിട്ട് ക്രിസ്ത്യാനികൾ തിരിച്ചു പറഞ്ഞു നഹബഹു, ഇതേ പറച്ചില്. അതായത് ജൂതമതം ഒന്നുമല്ല. വകഫറു ബി മൂസാ അലൈഹിസ്സലാം വത്തൗറാത്തി, തൗറാത്തിനെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും അവർ നിഷേധിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ നേരിട്ട് കണ്ടു. ഇപ്പൊ രണ്ടുകൂട്ടരുടെ സ്വഭാവം, ക്രിസ്ത്യാനി ജൂതനെയും ജൂതൻ ക്രിസ്ത്യാനിയെയും തിരിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. എന്നാ അവര് പറയുന്നത് എന്താണ്? ഞങ്ങൾ തൗറാത്തിന്റെ ആൾക്കാരാന്ന് ഇവരും, ഞങ്ങൾ ഇഞ്ചീലിന്റെ ആൾക്കാരെന്ന് മറ്റവരും പറയുന്നു. വാസ്തവത്തിൽ ഈ ഇഞ്ചീൽ തൗറാത്തിനെയും അതേപോലെ തന്നെ തൗറാത്ത് ഈസാ അലൈഹി ഇസ്ലാമിനെയും ഒക്കെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറ്റുന്ന പരുവത്തിലേ അല്ലാഹു തആല എന്താക്കിയിട്ടുള്ളൂ? അവതരിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ടും കാരണം ഒരു നബിയും മറ്റൊരു നബിയെ നിരാകരിക്കില്ല, ഒരു നബിയും മറ്റൊരു നബിയെ ആക്ഷേപിക്കില്ല. ആ ഒരു സമീപനാണ് എല്ലാ കാലഘട്ടത്തിലും നബിമാരെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവർ ഈ നബിയെയും ഈ നബിയുടെ അനുയായികളെയും, അതേപോലെ തന്നെ ഈ നബിയുടെ അനുയായികളാന്ന് പറയുന്നവർ ആ നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒക്കെ 5 കാശിനില്ലാത്ത വിധത്തിൽ പരിഹസിക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിങ്ങളുടെ സുതാര്യമായ നിലപാട് നമ്മൾ കാണുന്നത്. നമ്മൾ സൂറത്തുൽ ബഖറ ഓതുമ്പോ അതിന്റെ അവസാനത്തിൽ അദ്ദാനൊക്കെ ചെല്ലുമ്പോ ആമന റസൂൽ ഓതൂലേ, എല്ലാ ദിവസവും പലവട്ടം ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലുള്ള 2 ആയത്തുകൾ. അതിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ നമ്മൾ ഒരിക്കലും തന്നെ വേർതിരിവുണ്ടാക്കൂല. അതായത് ചിലരെ വിശ്വസിക്കുക, മറ്റു ചിലരെ നിരാകരിക്കുക എന്നൊരു സമീപനം ആര് സ്വീകരിക്കില്ല? സത്യവിശ്വാസികൾ സ്വീകരിക്കില്ല. ഇങ്ങനെയാണ് മനുഷ്യന്മാര് വേണ്ടത്. പക്ഷെ എന്നിട്ടും തൗറാത്തിന്റെ പിൻബലമുണ്ടെന്ന് പറയുന്നവർ ഇഞ്ചീലിനെയും ഈസാ അലൈഹി ഇസ്ലാമിനെയും നിരാകരിക്കാനും, ഇഞ്ചീലിന്റെ പിൻബലമുണ്ടെന്ന് പറയുന്നവർ തൗറാത്തിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും നിരാകരിക്കാനും നിഷേധിക്കാനും തയ്യാറാകുന്ന ഒരു വിധിവൈപരീത്യം ഇവരുടെ പ്രവർത്തനങ്ങളിൽ, ഇവരുടെ സ്വഭാവങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന റബ്ബ് നമ്മളെ അറിയിക്കാണ്, അവര് ക്രിസ്ത്യാനികൾ ജൂതന്മാരൊന്നും അല്ല എന്ന് പറഞ്ഞു, ജൂതന്മാര് ക്രിസ്ത്യാനികളൊന്നും അല്ല എന്നും പറഞ്ഞു. എന്നാ ഇത് പറയുന്ന സമയത്ത് വഹും യത്ലൂനൽ കിതാബ, അവര് ഗ്രന്ഥം വായിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. എന്തായി പറയുന്നതിന്റെ അർത്ഥം? ഐ ഖാലൂ ദാലിക, അവരിങ്ങനെ പറഞ്ഞു, ഹാലുഹും അന്നഹും മിൻ അഹ്ലിൽ ഉലൂബി വത്തിലാവത്തിൽ കുതുബി, അവര് വിവരമുള്ളവരും ഗ്രന്ഥം വായിക്കുന്ന ആൾക്കാരും തന്നെയാണ്. അങ്ങനെ ഗ്രന്ഥം വായിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ നിഷേധം പറഞ്ഞത്. വാസ്തവത്തിൽ വഹക്കുമൻ ഹമല തൗറാത്ത് അവിൽ ഇഞ്ചീല ഗൈറഹുമാ മിൻ കുതുബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഖുർആൻ, തൗറാത്തോ ഇഞ്ചീലോ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളോ ഏത് ഗ്രന്ഥങ്ങളാവട്ടെ, ആ ഗ്രന്ഥം വഹിക്കുന്ന ആളുകൾക്കിടെ
കടമ എന്താ? വആമന ബിഹി, ആ ഗ്രന്ഥം വിശ്വസിക്കുകയും ചെയ്തവരുടെ കടമ അല്ലാ യുകഫിറ അൽ ബാഖി, ബാക്കിയുള്ളതിനെ നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാ യക്ഫുറ ബിൽ ബാഖി, ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെ, മറ്റു ഗ്രന്ഥങ്ങളെ നിഷേധിക്കരുത് എന്നാണ് അവന്റെ കടമ. ആ കടമ പാലിക്കുന്നതിന് പകരം ഈ ഗ്രന്ഥം വായിച്ചിട്ട് ആ ഗ്രന്ഥത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനം നടത്തിയ അവർ, കാരണം എന്താ? അന്ന കുല്ല വാഹിദിൻ മിനൽ കിതാബൈനി, ഈ രണ്ട് ഗ്രന്ഥത്തിലുള്ള ഓരോന്നും, അഥവാ തൗറാത്തും ഇഞ്ചീലും മുസദ്ദിഖുൽ ലിസാനി, മറ്റേത് സത്യാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്, ഷാഹിദും ബി സിഹത്തിഹി, അത് ശരിയാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഫൈന്ന തൗറാത്ത മുസദ്ദിഖത്തും ബി ഈസാ അലൈഹിസ്സലാം, തൗറാത്ത് ഈസാ അലൈഹിസ്സലാമിനെ സ്ഥിരീകരിക്കുന്നു. വൽ ഇഞ്ചീല മുസദ്ദിഖും ബി മൂസാ അലൈഹിസ്സലാം, ഇഞ്ചീൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും സ്ഥിരീകരിക്കുന്നു. എന്നിട്ടും അവർ പരസ്പരം ആക്ഷേപിക്കുകയും ആ ദേഷ്യത്തോടുകൂടെ അവർ പരസ്പരം കാര്യങ്ങൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇതൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ നിഷേധാത്മകമായ നിലപാടിന്റെ വല്ലാത്തൊരു ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഇവിടെ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു എന്ത്? അപ്പൊ ജൂതന്മാര് പറഞ്ഞു ക്രിസ്ത്യാനികളൊന്നുമല്ല, ക്രിസ്ത്യാനി പറഞ്ഞു ജൂതന്മാരൊന്നുമല്ല. വഹുമത്തുൽ കിതാബ്, അവർ ഗ്രന്ഥം വായിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് വല്ലാത്തൊരു ധിക്കാരത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹ് പറഞ്ഞതാണ് കദാലിക, ഇങ്ങനെ തന്നെയാണ് ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം, വിവരമില്ലാത്ത ആൾക്കാർ ഇവരുടെ വർത്താനം പോലത്തെ വർത്താനം പറയണത് എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ഈ പറഞ്ഞതുകൊണ്ട് ആരെയാ ഉദ്ദേശിച്ചത്? ഫഇന്നഹു യഖ്തളി അന്നമൻ തഖദ്ദമ ദിക്റുഹു യജിബു അൻ യകൂന ആലിമൻ ലികൈ യസിഹ ഹാദൽ ഫർഖു. വിവരമില്ലാത്ത ആൾക്കാർ ഇവര് പറയും പോലെ പറഞ്ഞപ്പോ ഈ പറഞ്ഞ ആളുകൾക്ക് എന്തുണ്ടായിരുന്നു? വിവരം ഉണ്ടായിരുന്നു. വിവരം ഉണ്ടായിട്ടും അവർ ആ വിവരത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ട് പറയാണ്. ഇവിടെ ഈ പറഞ്ഞ ആളുകൾ ആരാ? സുമ്മ ഇന്നൽ മുസ്ലിമീന, ഈ പറഞ്ഞ വിഭാഗം ആരാ? ഏത്? വിവരമില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞില്ല ഇവിടെ. ആ പറഞ്ഞ വിഭാഗം ആരാണ്? ഇവിടെ റാസിമാം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. വയലം അന്ന ഹാദിഹിൽ വാഖിയാത ബി ഐനിഹ ഖദ് വഖഅത ഫി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ ഇതേ സംഭവം അങ്ങനെ തന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലും നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ എന്തൊക്കെ വേണ്ടാത്ത നടന്നു വെച്ചാൽ അതൊക്കെ എവിടെ ഉണ്ടാകും? ഈ ഉമ്മത്തിലും ഉണ്ടാകും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എവിടെ നടക്കുന്നുണ്ട്? ഈ സമുദായത്തിലും നടക്കുന്നുണ്ട്. അതായത് ഖുർആൻ ഓതിയിട്ട് എന്ത് ചെയ്യുന്നു? ഫൈന്ന കുല്ല തായിഫത്തിൻ, ഓരോ വിഭാഗവും തുകഫിറുൽ ഉഖറ, മറ്റേ വിഭാഗത്തെ കാഫിറാക്കുന്നു. മഅത്തിഫാഖിഹിം അലാ തിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓതുന്നതിന്റെ മേലെ ഒരു യോജിപ്പുണ്ട്. ഖുർആൻ ശരിയാന്ന് എല്ലാവരും പറയണു. എന്നിട്ട് ഖുർആൻ ഓതിയിട്ട് തന്നെ ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരെ കാഫിറാക്കുന്നു. ആ ഒരവസ്ഥ ഇവിടെ നിലനിൽക്കാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ എല്ലാ കാലഘട്ടത്തിലുള്ള വിധേയികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ പറഞ്ഞതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല്ലേ? അവരൊന്നുമല്ല എന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പുത്തൻവാദങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പുത്തൻവാദങ്ങൾ തുടക്കം കുറിച്ച ഓരോ ഘട്ടങ്ങളും അവരുടെ ഓരോ പരിണാമങ്ങളും നമ്മൾ ചിന്തിച്ചാൽ ഇന്ന് എത്തി നിൽക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലെ പുതിയ ചിന്താഗതിക്കാരും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിന്റെ നിലപാടുകൾക്ക് അല്പം പോലും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ശൈലികളുമായിട്ട് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളെ കാഫിറാക്കാനും അവരൊന്നുമല്ല എന്ന് പറയാനും വേണ്ടി നടക്കുന്ന വേദനാജനകമായിട്ടുള്ള സാഹചര്യം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് പണ്ട് ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും നടന്ന പല വേണ്ടാത്തരങ്ങളെയും അങ്ങനെ തന്നെ കോപ്പി അടിക്കുന്ന സമീപനം ഈ ഉമ്മത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏതായാലും ഇവിടെ വിവരമില്ലാത്ത ആൾക്കാർ ഇവര് പറഞ്ഞ പോലെ പറയുന്നുണ്ട്. ഈ വിവരമില്ലാത്തവർ പറഞ്ഞതുകൊണ്ട് ആരാ ഉദ്ദേശം എന്ന വിഷയത്തിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ തർക്കമുണ്ട്. ഒന്ന്, അന്നഹും കുഫാറുൽ അറബി, അറബികളിലുള്ള കാഫിര്യങ്ങളാണ്, നിഷേധികളാണ്. അല്ലദീന ഖാലു, എങ്ങനത്തെ നിഷേധികൾ? അവര് പറഞ്ഞു ഇന്നൽ മുസ്ലിമീന ലൈസു അലാ ഷൈഇൻ, മുസ്ലിമീങ്ങളൊന്നുമല്ല. ജൂതന്മാരും ക്രിസ്ത്യാനികളും പരസ്പരം പറഞ്ഞ മാതിരി മുസ്ലിമീങ്ങളൊന്നുമല്ല എന്ന് അറബികൾ പറഞ്ഞു, നിഷേധികളായ ആളുകൾ. അപ്പൊ ബയ്യന തആല, അവര് പറഞ്ഞപ്പോ അതിന് മറുപടി ആയിട്ട് അള്ളാഹ് വിശദീകരിച്ചതാണ് അന്നഹു ഇദാ കാന ഖൗലുൽ യഹൂദി വൻ നസാറ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വാക്ക് ആണെങ്കിൽ, വഹും യഖറഊനൽ കുതുബ, അവരാണെങ്കിലോ ഗ്രന്ഥം വായിച്ച് പരിചയമുള്ളവരാണ്, അവരുടെ വാക്കാണെങ്കിൽ ലാ യംബഗി യുഖ്ബല, അത് സ്വീകരിക്കപ്പെടാൻ പറ്റാത്തതാണെങ്കിൽ, വയുൽതഫത ഇലൈഹി, അത് പരിഗണിക്കപ്പെടാനും പറ്റാത്തതാണെങ്കിൽ, ഫഖൗലു കുഫാരിൽ അറബി ഔല അല്ലാ യുൽതഫത ഇലൈഹി,
അതിന്റെ മറുപടി അതാണ്. കാഫിരീങ്ങളായിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല, ഒരു സംഗതി ഇല്ലാത്ത ഇവരുടെ വാക്ക് എന്തായാലും മൈൻഡ് ചെയ്യേണ്ടതില്ല. അതായത് മറുപടിയുടെ ഒരു സുഖകരമായിട്ടുള്ള ഒരു കോലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ തന്നെ വിശ്വാസികളെയും ഇസ്ലാം മതമൊന്നുമല്ല എന്ന് പറഞ്ഞ് അറബികളിലുള്ള നിഷേധികൾ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയണത് എങ്ങനെ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കിതാബും ഇല്ല, വേറെ എന്തൊന്നും പറഞ്ഞു തരാനും ആരും വന്നിട്ടില്ല. അതായത് ശരിക്കും മണ്ണുണ്ണികളാണ് നിങ്ങൾ. അതേ സമയത്ത് ഗ്രന്ഥം ഉണ്ടായിരുന്ന, ഗ്രന്ഥം വായിച്ച, അതുമായി ബന്ധപ്പെട്ട വിവരമുള്ള ചില ആളുകള്, ആ ആൾക്കാരെന്നെ ചില വേണ്ടാത്തരങ്ങളും പോയത്തോ പറഞ്ഞപ്പോ അതെന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പരിഗണിച്ചിട്ടില്ല. അപ്പൊ അവരെന്നെ വിവരമുള്ളവര് പറഞ്ഞ പോയത്തം തന്നെ പരിഗണിക്കൂലെങ്കിൽ പിന്നെ വിവരമില്ലാത്തവൻ പോയത്തം പറഞ്ഞാൽ അതെന്തായാലും പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു രസകരമായ മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്ന പിന്നെ ഒരു കാര്യം. ഇനി ഫല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് പിന്നെ ഫല്ലാഹു യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കും. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവരേതൊരു വിഷയത്തിലായിരുന്നോ ഭിന്നിച്ചിരുന്നതെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കും എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതിനെ പറ്റി ഫഫീഹി അർബഅത്തു ഔജുഹിൻ, അവിടെ 4 പിന്നെ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. ഒന്ന്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിഷേധിക്കുകയും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഒരു അഭിപ്രായം. അള്ളാഹിന്റെ വിധി പറഞ്ഞത് അവർക്കെതിരെ വിധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വിധി എന്താ? അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും ശരിയല്ലേന്നു എന്ന് പറഞ്ഞ് നരകത്തിലാക്കുന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം ഹുക്മുൽ ഇൻതിസാഫി മിനൽ ലാലിമിൽ മുകദ്ദിബി ലിൽ മദ്ലൂമിൽ മുകദ്ദബി, കളവാക്കപ്പെട്ട മർദ്ദിതന് വേണ്ടി കളവാക്കിയ അക്രമിയിൽ നിന്ന് നിഷ്പക്ഷമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന വിധിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമും അതേപോലെ തന്നെ പിന്നെ മഹാനരായ മൂസാ അലൈഹിസ്സലാമും അതുപോലെ തന്നെ തൗറാത്തും ഇഞ്ചീലും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ വന്നിട്ടുള്ള നിഷേധികളുടെ നിലപാടും ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രവാചകന്മാരും ആ ഗ്രന്ഥമൊക്കെ സത്യസന്ധവും അത് സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. അതേസമയത്ത് പിന്നെ ഈ ജൂതന്മാരും അതേപോലെ ക്രിസ്ത്യാനികളും അവർ നിഷേധിച്ചവരും അതേപോലെ തന്നെ അക്രമികളുമാണ്. അപ്പൊ അക്രമികളായിട്ടുള്ള ആളുകളിൽ നിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്ന പ്രവാചകന്മാരും സത്യസന്ധമായിട്ടുള്ള നിലപാടുകളും ഈ ഭൂമിയിൽ ചില പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് നിഷ്പക്ഷമായിട്ടുള്ള പ്രത്യുപകാരം അല്ലാഹു തആല വിധിയിലൂടെ പ്രഖ്യാപിക്കും പരലോകത്ത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മൂന്നാമത്തെ അഭിപ്രായം യുരീഹിം മൻ യദ്ഖുലുൽ ജന്നത അയാനൻ വമൻ യദ്ഖുലുൻ നാറ അയാനൻ, സ്വർഗത്തിൽ കടക്കുന്നവരെ അല്ലാഹു തആല ശരിക്കും അവർക്ക് കാണിച്ചു കൊടുക്കും, നരകത്ത് കടക്കുന്നവരെയും കാണിച്ചു കൊടുക്കും. അപ്പൊ സ്വർഗത്ത് കടക്കുന്നവരെ കാണിച്ചു കൊടുക്കുമ്പോ നേരത്തെ അവർ തമ്മിൽ പറഞ്ഞ പല സംഗതി ഉണ്ടല്ലോ, ജൂതന്മാരൊന്നും അല്ലാതെ ക്രിസ്ത്യാനിയൊന്നും അല്ലാതെ ജൂതന്മാര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒന്നും അല്ലാതെ മറ്റൊരു, ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ സത്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സ്വർഗത്തിലേക്കും മറ്റവർക്ക് നരകത്തിലേക്കും പ്രവേശനം കൊടുക്കുമ്പോ ഞങ്ങളൊന്നും അല്ലാതെ പറഞ്ഞ ആൾക്കാരാണല്ലോ ആ സ്വർഗത്തേക്ക് പോണത് എന്ന് ചിന്തിക്കുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രയാസല്ലേ, ആ പ്രയാസത്തിന് അല്ലാഹു തആല വേദി ഒരുക്കുമെന്നാണ്. നാലാമത്തെ അഭിപ്രായം യഹ്കുമു ബൈനൽ മുഹ്ഖി വൽ മുബ്തിലി, സത്യം പറഞ്ഞ ആളുടെയും ബാത്തില് പറഞ്ഞ ആളുടെയും ഇടയിൽ അല്ലാഹു തആല വിധിക്കും ഫീ മഖ്തലഫു ഫീഹി, അവരേത് വിഷയത്തിലായിരുന്നു ഭിന്നിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തിൽ വിധിക്കും എന്നാണ്. എന്തായാലും അവർ ചെയ്തു വെക്കുന്ന പ്രവർത്തനത്തിന്റെ ദുരന്തം അവർക്ക് പരലോകത്ത് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം എന്നാണ് സൂചിപ്പിക്കുന്നത്. അർഹമുർ-റഹീമായ അല്ലാഹു നമ്മയൊക്കെ നല്ലതെന്താണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, സത്യത്തോട് 100% കൂറു പുലർത്തുന്ന സ്വഭാവത്തിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മെ നിലനിർത്തുമാറാവട്ടെ. അസത്യത്തിനെ ഒരു നിലക്കും പിന്തുണക്കാത്ത, അസത്യത്തോട് അല്പം പോലും കോംപ്രമൈസ് ആകാത്ത ഒരു ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ലൈവ് എത്താനായോ? 7 മണിക്കെന്നാ പറഞ്ഞിരുന്നത് അല്ലെ? ലൈവ് കൊടുക്കണതാരാ? അല്ലെങ്കിൽ അടുത്ത ആയത്തിലേക്ക് പോയപ്പോ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങി വെക്കാം അല്ലെ? വേണമെങ്കിൽ തുടങ്ങി വെക്കാം. എപ്പോഴാ ലൈവ് വരച്ചെങ്കിൽ അത് വരെ. അതിന് മുമ്പ് ആരെങ്കിലും ഉസ്താദ് മൈക്കിലേക്കൊക്കെ വരേണ്ടവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരികയും ആകാം. അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് ഓതാം, തുടങ്ങി വെക്കാം. അടുത്ത വിശദീകരണം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം ഇൻഷാ അല്ലാഹ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه
أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عليم ومن أظلم ممن منع مساجد الله അള്ളാഹുവിന്റെ ഭവനങ്ങളെ തടയുന്നവരെക്കാൾ വലിയ അക്രമികൾ ആരാണ്? അയ്യുദ്കറ ഫീഹസ്മുഹു, ആ ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ നാമം പറയപ്പെടലിനെ തൊട്ട് തടയുന്നവരെക്കാൾ അക്രമികൾ ആരാണ്? വസആ ഫീ ഖറാബിഹ, ആ ഭവനങ്ങളുടെ നാശത്തിന് വേണ്ടി പണിയെടുക്കുന്നവരെക്കാളും അക്രമം ചെയ്തവരായിട്ട് ആരാണുള്ളത്? ആരാണുള്ളത് വെച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനല്ല, ആരും ഇല്ല എന്നുള്ള തീർപ്പാണ് അവിടെ നൽകുന്നത്. ഉലായിക, അങ്ങനെയുള്ള ആളുകൾ മാക്കാന ലഹും അൻ യദ്ഖുലൂഹ, ആ ഭവനങ്ങളിൽ അവർക്ക് പ്രവേശിക്കാനാവില്ല ഇല്ലാ ഖായിഫീൻ, ഭയം അനുഭവിക്കുന്നവരായിട്ടല്ലാതെ. ലഹും, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അവനെ സ്മരിക്കുന്നതിനെ തടയുന്നവരും അതേപോലെ അത് നശിപ്പിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവർക്കുണ്ട് ഫിദ്ദുനിയ, ദുനിയാവിൽ ഭൂമിയിൽ ഖിസിയുൻ, വഷളത്തരമുണ്ട്. വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അലീം, പരലോകത്തവർക്ക് അതിശക്തമായിട്ടുള്ള ശിക്ഷയും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, പള്ളിയുടെ മഹത്വം. അത് ഏറ്റവും പ്രധാനമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. ആ പള്ളികൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഉണ്ടാക്കപ്പെട്ടതെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് ആളുകളെ തടയുന്ന സമീപനം ഏറ്റവും വലിയ അക്രമമാണ്, ഭയങ്കരമായിട്ടുള്ള അക്രമമാണ്. അള്ളാഹുവിനെ പറയപ്പെടുന്നതിൽ നിന്ന് അവന്റെ ഭവനങ്ങൾ അത് തടസ്സപ്പെടുത്താൻ പാടില്ല. അത് തടസ്സപ്പെടുത്തുന്നത് വലിയ അക്രമമാണ്. ആ പള്ളികൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെന്തിന്റെ പേരിലായാലും അത് വലിയ അക്രമമാണ്. ആലോചിച്ച് നോക്കണം, പള്ളികളിൽ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ വെറുതെ തർക്കങ്ങൾ ഉണ്ടാക്കി, ആ പള്ളികളിൽ നടക്കുന്ന ആരാധനകൾ മുടക്കാൻ വേണ്ടി വഴിയൊരുക്കുന്ന, പള്ളി പൂട്ടിയാ മതി അല്ലെ. ചില ആളുകൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചില ഭാഗങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അള്ളാഹു തആല അത്തരം സഹോദരങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇത് ഇസ്ലാമിന്റെ പുറത്തുള്ളവരെ പറ്റി മാത്രമൊന്നുമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ എത്ര പള്ളികൾ പൂട്ടാൻ വേണ്ടി അധ്വാനിക്കാണ്, എത്ര പള്ളികൾ അടിച്ച് തകർക്കാൻ വേണ്ടി പണിയെടുക്കാണ് അല്ലെ. ഒരു പള്ളിയുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഒരു പള്ളിയുടെ പണി പൂർത്തിയായി അതിന്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന ആ സന്തോഷവേള, അതിനോട് അടുക്കുന്ന സമയത്ത് ആ പള്ളി അടിച്ച് തകർക്കാൻ മനസ്സ് പാകപ്പെടുന്ന ചില സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ? വാസ്തവത്തിൽ എത്ര വലിയ അബദ്ധവും എത്ര വലിയ അപരാധവുമാണ് ആ ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ അവർ? ഒരിക്കലും തന്നെ അവർ ചിന്തിച്ച് കാണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനത്തെ ഒരു സംഭവവും ഒരു അപരാധവും ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ പരസ്യമായി തള്ളിപ്പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിക്കാൻ അവരുടെ നേതൃത്വത്തിനും ആളുകൾക്കും സാധിക്കാതെ വന്നാൽ അതും ചിന്തിക്കേണ്ട തന്നെയല്ലേ. നമ്മളൊക്കെ എത്ര തവണ ഖുർആൻ ഓതുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ ഈ ആയത്ത് എത്രയോ തവണ ഓതിപ്പോകാറില്ലേ പലരും. 114-ാമത്തെ ഈ ആയത്ത്, ആ ആയത്ത് ഓതുന്ന സമയത്ത് വാക്കുകൊണ്ടോ സമീപനം കൊണ്ടോ അള്ളാഹുവിന്റെ ഒരു പള്ളി ആക്രമിക്കപ്പെടാൻ നമ്മൾ കാരണക്കാരാകുന്നതിന്റെ അപകടം, അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് ചിന്തിക്കണം. പള്ളികൾ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ, അതിന് സഹായം ചെയ്യുന്നവർ, ബഹുമാനപ്പെട്ട ഖുർആൻ അർത്ഥശങ്കക്കടമില്ലാത്ത വിധം പറയാണ്, അവർക്ക് ദുനിയാവ് തന്നെ വഷളത്തരം വരും, പരലോകത്ത് വമ്പിച്ച ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ 4.5 നൂറ്റാണ്ട് കാലം അല്ലാഹു അക്ബറിന്റെ മന്ത്രമധുര ധ്വനി മുഴങ്ങിയ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു പൈതൃകമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദിന്റെ തകർച്ച, ആ തകർച്ചക്ക് സഹായികളായി മാറിയവർ മുഴുവനും അനുഭവിച്ചിട്ടുള്ള വഷളത്തരങ്ങൾ, അത് പള്ളി പൊളിക്കാൻ വന്നവർ മാത്രമല്ല, ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അത് ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത പണിയെടുത്ത ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ദുരന്തം അത് അവിടെ മാത്രമൊന്നും ഒതുങ്ങൂല, അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരു നാട്ടിലും അള്ളാഹുവിന്റെ ഭവനങ്ങളോട് കയ്യേറ്റത്തിന്റെ ശൈലി, അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ഇബാദത്തുകൾ മുടക്കാനുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഉണ്ടാകരുത്. ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു സ്ഥലത്ത് പള്ളി പൂട്ടിക്കാൻ വേണ്ടി
തന്നെ എന്ത് ചെയ്യാണ്, പിന്നെ അവിടുത്തെ ആരാധനകൾ മുടക്കാൻ വേണ്ടി നിയമങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുകൂലാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ചില സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള കഥകൾ ഒന്ന് രണ്ടാള് ഇപ്പൊ അടുത്ത ദിവസം എന്നോട് പറഞ്ഞപ്പോ വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഈ ആയത്തിന്റെ ഒക്കെ ഗൗരവം അവരൊക്കെ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങൾ നടക്കേണ്ട ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ മുടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്നും ഒരു മുസ്ലിമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലാത്തവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനമായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണ് പള്ളി. നിങ്ങൾക്കറിയില്ലേ, ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് ആകാശത്തിലേക്ക് നോക്കിയാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പ്രത്യേകം പ്രഭ പരത്തുന്നത് അവർക്കൊരു വലിയ സന്തോഷത്തോടെ കാണാൻ സാധിക്കുന്നതാണെങ്കിൽ, വാനലോകത്തുള്ള മാലാകമാർക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോ ഈ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് പ്രകാശം പരത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ചില ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസാജിദുല്ലാഹ്, അള്ളാന്റെ പള്ളികളാണ്. മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളുകളുടെ വീടുകളാണ്. വേറൊന്ന് അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയ ഉലമാഇന്റെ വീടുകളാണ്. ഒക്കെ നിങ്ങള് ആകാശത്തുനിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ നമുക്ക് ആകാശത്ത് നോക്കുമ്പോ സന്തോഷം തോന്നുന്നത് പോലെ ഭൂമിയിലേക്ക് നോക്കുമ്പോ അവർക്ക് പ്രകാശം പരത്താൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള അവന്റെ ഭവനങ്ങളാണ് പള്ളികൾ. ആ പള്ളികളോടൊരു കയ്യേറ്റത്തിന്റെ ശൈലി അതുണ്ടാകാൻ പാടില്ല. ആ പള്ളികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പള്ളികൾക്ക് ഒരു നാശനഷ്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇബാദത്തിന് മുടക്കം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിൽ ആരും ഇടപെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു രംഗത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല. ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊന്നും എത്തിപ്പെടരുത് എന്ന മതത്തിൻ്റെതായ ഒരു പ്രത്യേക കാഴ്ചപ്പാട് അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കുന്നു, അജ്മഅൽ മുഫസ്സിറൂന അലാ അന്നഹു ലൈസൽ മുറാദു മിൻ ഹാദിഹിൽ ആയത്തി, ഈ ആയത്തിന്റെ ഉദ്ദേശം പിന്നെ ആരാണ് ഏറ്റവും വലിയ അക്രമികള് എന്ന് ചോദിച്ചിട്ട് അത് വലിയ അക്രമാന്ന് പറയല് മാത്രമല്ല, മറിച്ച് അന്ന മുജറദ ബയാനി മുജറദു ബയാനി അന്ന മൻ ഫഅല കദാ ഫഇന്നല്ലാഹ യഫഅലു ബിഹി കദാ, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓൽക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കും, ഭയങ്കരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാകും എന്ന് പറയല് മാത്രമല്ല ഇവിടെ ഉദ്ദേശം. ബലിൽ മുറാദു മിൻഹു, മറിച്ച് ഇതിന്റെ ഉദ്ദേശം ബയാനു അന്ന മിൻഹും മൻ മനഅ ഇമാറത്തൽ മസാജിദി വസഅ ഫീ ഖറാബിഹാ, ജനങ്ങളുടെ കൂട്ടത്തിൽ പള്ളികളുടെ പിന്നെ പരിപാലനം അത് തടയുകയും അത് നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്തവർ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഉണർത്തൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. സുമ്മ ഇന്നല്ലാഹ തആല ജാസാഹും ബിമാ ദക്കറ ഫിൽ ആയ, ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് കൊടുക്കുമെന്നും ഉള്ള വിശദീകരണവും ഇതിലുണ്ട്. അതായത് പള്ളിയിൽ അള്ളാഹുവിനെ പറയപ്പെടലിനെ തടയുന്നവരെക്കാൾ അക്രമി ആരുണ്ട്, നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരെക്കാളും അക്രമി ആരുണ്ടെന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് പറയലോ മാത്രമല്ല, അങ്ങനത്തെ ചില കൊശവന്മാർ ഇവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കലും അവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ വരുമെന്ന താക്കീത് നൽകലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ഇനി ഏതായാലും പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ പള്ളിയുടെ പരിപാലനം തടഞ്ഞവർ, അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ആരാണ് എന്ന വിഷയത്തിൽ പിന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മലിക്കൻ നസാറ ഗസാ ബൈത്തുൽ മഖ്ദിസി, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു രാജാവ് ബൈത്തുൽ മുഖദ്ദസിനോട് യുദ്ധം ചെയ്തു. അങ്ങനെ ഫഖറബഹു, ബൈത്തുൽ മുഖദ്ദസിനെ അദ്ദേഹം നശിപ്പിച്ചു. വൽഖാ ഫീഹിൽ ജീഫ, ആ പള്ളിക്കകത്ത് കൊണ്ടുപോയി ശവങ്ങൾ ഇട്ടു. വഹാസറ അഹ്ലഹു, അതിന്റെ അവകാശികളെ അദ്ദേഹം തടവിലാക്കി. വഖതലഹും, അവരെ കൊല ചെയ്യുകയും ചെയ്തു. വസബൽ ബഖിയത, ബാക്കി കിട്ടിയ ആളുകൾ അദ്ദേഹം യുദ്ധ തടവുകാരാക്കി പിടിച്ചു വെച്ചു. വഹറക തൗറാത്ത, തൗറാത്ത് കരിച്ചു കളഞ്ഞു. വലം യസൽ ബൈത്തുൽ മഖ്ദിസി ഖറാബൻ ഹത്താ ബനാഹു അഹ്ലുൽ ഇസ്ലാമി ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സത്യവിശ്വാസികൾ പിന്നീട് പുനർനിർമ്മിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ നാശത്തിൻ്റെതായ വക്കിൽ കഴിച്ചുകൂട്ടി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു റിപ്പോർട്ടുണ്ട്. അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റ് പിന്നെ ഒരഭിപ്രായം, അന്നഹ നസലത്ത് ഫി മുശ്രിക്കിൽ അറബി, അറബികളിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച്, ബഹുദൈവാരാധകന്മാരെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. അല്ലദീന മനഉർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദുആഇ ഇലല്ലാഹി ബി മക്ക, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് തൊട്ട് മക്കയിൽ വെച്ച് അവർ തടഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന് അള്ളുവെക്കാൻ ശ്രമിച്ച മക്കക്കാരായ മുശ്രിക്കുകളെ പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയത്.
വൽജഊഹു ഇലൽ ഹിജ്റത്തി, മുസ്ലിമീങ്ങളെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്നതിലേക്ക് അവർ നിർബന്ധിക്കുകയും ചെയ്തു. അതിന്റെ കഥ നമുക്കറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അനുഭവിച്ച പ്രയാസങ്ങൾ. അപ്പൊ അവരെ ഫസാറു മാനിഈന ലഹു വലിയ സഹാബിഹി, അപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും തടഞ്ഞവരായി. അയ്യദ്കുറുല്ലാഹ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് അള്ളാഹുവിനെ പറയലിനെയും അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലലിനെയും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലിനെയും ഒക്കെ തടഞ്ഞവരാണ് മക്കത്തെ മുശ്രിക്കുകൾ. വഖദ് കാന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ബനാ മസ്ജിദൻ ഇൻദദാരിഹി, തന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. അങ്ങനെ ഫമുനിയ, മഹാനവറുകൾ തടയപ്പെട്ടു. ഇവിടെ ഇബാദത്ത് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. വകാന മിമ്മയൂദിഹി വിൽദാനു ഖുറൈശിൻ വനിസാഉഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഖുറൈശികളിലെ കുട്ടികളും അതേപോലെ സ്ത്രീകളും വരെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാലോ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വളരെ പ്രബോധന രംഗത്ത് വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രിയാകുമ്പോ തന്റെ ഈ വീട്ടിന്റെ മുറ്റത്തുള്ള പള്ളിയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ദീർഘമായി ഓതി നിസ്കരിക്കും. എന്നാൽ ആ ഖുർആനോത്തിന്റെ രസം കേൾക്കുമ്പോ ധാരാളം ആളുകൾ ഒത്തുകൂടും, അവരിങ്ങനെ ഖുർആനിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് അത് തടയാൻ വേണ്ടി ഖുർആൻ കേൾക്കുന്നിടത്ത് ശല്യം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉപരോധിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പലതും അവർ നടത്തി. ആ പള്ളിയിലുള്ള ഇബാദത്തിനെ തടഞ്ഞു. ഒരു ഘട്ടത്തിൽ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഹറമിന്റെ പരിധിയിൽ നിന്ന് പുറത്തു കടക്കാനാവുമ്പോ മക്കത്തൊരു പ്രമുഖൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. നിങ്ങൾ എങ്ങടാ പോണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഒരുക്കുന്ന സംവിധാനങ്ങൾക്ക് പോലും ഈ നാട്ടുകാർ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലൊരു മാന്യനാണ്, നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഈ നാട് വിട്ടു പോണത് മക്കയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ മക്കയുടെ ഒരു പ്രസിദ്ധി, ആ പ്രസിദ്ധിക്ക് കളങ്കമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അഭയം തരുന്ന വിഷയം ഞാൻ ഏറ്റിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വന്നു. അദ്ദേഹം മക്കാരുടെ മുമ്പിൽ വിളംബരം ചെയ്തു. അങ്ങനെ വിളംബരം ചെയ്താൽ അയാളെ ഞാൻ ഏറ്റെടുത്താണ്, ഇപ്പൊ എന്റെ സ്പോൺസർഷിപ്പിലാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടുകാരനെയാണെങ്കിലും അവരെന്ത് ചെയ്യാൻ വില വെക്കും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ സ്വാഭാവികമായും തന്റെ നിസ്കാരമൊക്കെ പിന്നെയും തുടങ്ങിയപ്പോ നാട്ടുകാരൊക്കെ പിന്നെ അയാളോട് ഇന്ന് കംപ്ലൈന്റ് പറിച്ചു തുടങ്ങി. നിങ്ങളിങ്ങനെ ഒരു ചെങ്ങായനോട് കൊടുന്ന് ആക്കിയിട്ട് ഇപ്പൊ നമ്മളാ കുടുങ്ങി നിൽക്കാണ് എന്ന് പറഞ്ഞ് ഇവര് വിഷമങ്ങൾ പറയാൻ തുടങ്ങി. അയാളെന്ത് ചെയ്തു, നിങ്ങളിങ്ങനെ നിസ്കാരം ഇങ്ങനെ ഖുർആനൊന്നും ഉറക്കോതരുത് എന്ന് പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, എന്റെ ആ സ്ഥാനത്ത് ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ ഒഴിഞ്ഞോളൂ, നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ, ഞാൻ എന്റേതായിട്ടുള്ള റൂട്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ മക്കയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന സമയത്ത് പല പ്രയാസങ്ങളും അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നൊരു ഘട്ടം, ആ ഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു തആല അറിയിക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രം ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിന് ആത്മാർത്ഥമായി നിസ്കരിക്കാനും ഇബാദത്തെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളെ അവരെ അതിൽ നിന്ന് തടയുന്ന, അവരുടെ നാവുകൾക്ക് ചങ്ങലയിടാൻ ശ്രമിക്കുന്ന, അവരുടെ ശരീരത്തെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലേക്ക് നിസ്കരിക്കുന്ന സമയത്ത് വലിച്ചെറിയാൻ വിഡ്ഢിത്തം കാണിച്ച മക്ക മുശ്രിക്കുകളാകുന്ന ആളുകളെ പറ്റിയാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്നാണ് മറ്റൊരു അഭിപ്രായം. വേറൊരു അഭിപ്രായം അബൂ മുസ്ലിം എന്ന് പറയുന്ന ഒരു മുഫസ്സിറിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഹിജ്റയുടെ 6-ാം കൊല്ലം മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നല്ലോ. ആ നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോ ഹുദൈബിയയിൽ വെച്ച് തടയപ്പെട്ട ആ സംഭവത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്നാണ്. ഏതായാലും ശരി, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇവിടെ തടയപ്പെട്ട ആ സംഭവം ഏത് തന്നെ ആയാലും ശരി, ഇതിലെ ഏത് കാരണങ്ങൾ പറഞ്ഞാലും ശരി, മൊത്തത്തിലേക്ക് ആ വിഷയം എല്ലായിടത്തും ബാധകമാണ്. അള്ളാഹുവിന്റെ പള്ളികൾ അവന് ഇബാദത്തെടുക്കലിന് തൊട്ട് ആളുകളെ ഇബാദത്തെടുക്കുന്ന ആളുകളെ തടയുക എന്നത് അക്രമാണ്. അതേപോലെ തന്നെ ഈ സംഭവങ്ങൾ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കെല്ലാം ഇത് ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും ശരി. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നീട് രേഖപ്പെടുത്തുന്നത് ഫീ കൈഫിയത്തി ഇത്തിസാലി ഹാദിഹിൽ ആയത്ത് ബിമാ ഖബ്ലഹാ, ഈ ആയത്തിന് മുമ്പ് പറഞ്ഞ ആയത്തുമായിട്ടുള്ള ബന്ധം എന്താണ്? ബന്ധം എന്താ വെച്ചാൽ, كيف تكونون كذلك مع أن معاملتكم في تخريب المساجد والسعي في خرابها هكذا.
ക്രിസ്ത്യാനികൾ പറഞ്ഞല്ലോ ഞങ്ങളാണ് സ്വർഗത്ത് കിടക്കാൻ, ജൂതന്മാര് പറഞ്ഞു ഞങ്ങളാണ് സ്വർഗത്ത് കിടക്കാൻ, അല്ലെ? അതുമായിട്ട് ഈ ആയത്തിന്റെ ബന്ധം എന്താ വെച്ചാൽ ഞങ്ങൾ സ്വർഗത്ത് കിടക്കുന്ന ആൾക്കാരാണ് എന്ന് അവര് വാദിക്കുന്നു. അതേപോലെ തന്നെ മുശ്രിക്കുകളും എന്ത് ചെയ്തു, അവര് പറഞ്ഞത് കേട്ടിട്ട് മുസ്ലിമീങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു, അപ്പൊ അവരാണ് അള്ളാന്റെ സ്വന്തക്കാര് എന്നവർ വാദിച്ചു. എന്നാൽ അങ്ങനെ വാദിക്കുന്ന സ്വർഗക്കാരാന്ന് നിങ്ങൾ വാദിക്കുന്നു. എന്നാൽ സ്വർഗക്കാരാന്ന് വാദിക്കുന്ന ആളുകൾ എങ്ങനെയാ ഒരു പള്ളിയുടെ നാശത്തിലേക്ക് സഹായം ചെയ്യുന്നവരായി മാറാൻ പറ്റുക? അതേപോലെ തന്നെ അവിടെ ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് ഉള്ള ഇബാദത്തിന് തടസ്സം നിൽക്കാൻ എങ്ങനെ പറ്റുക എന്നതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ ചോദിക്കുന്നത്. അപ്പോ മുമ്പത്തെ ആയത്തിൽ ഞങ്ങൾ പടച്ചോനോട് വലിയ അടുപ്പുണ്ട് എന്ന് വാദിക്കുന്നതിന് യോജിക്കാത്ത ചരിത്രമാണ് നിങ്ങളെ ജീവിതത്തിൽ വരുന്നത് എന്ന് സൂചിപ്പിക്കാനായതാണ് ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം. ഏതായാലും ശരി, അള്ളാഹുവിന്റെ പള്ളികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. പള്ളികൾ എന്ന് പറയുന്നത് ഉമൂമുൻ, അതൊരു പൊതുവായിട്ടുള്ള പദമാണ്. ആ പള്ളി എന്നുകൊണ്ട് ഫമിൻഹും മൻ ഖാല അൽ മുറാദു ബിഹി കുല്ലുൽ മസാജിദി, എല്ലാ പള്ളികളും ആണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അഭിപ്രായം. ഏത് പള്ളിക്കാണെങ്കിലും ഈ നിയമം ബാധകമാണ്. വമിൻഹും മൻ ഹമലഹു അലാ മാ ദക്കർനാ മിൻ മസ്ജിദിൽ ഹറാമി വഗൈരിഹി മിൻ മസാജിദി മക്ക, മസ്ജിദുൽ ഹറാമും മക്കയിലുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെ പള്ളി അടക്കമുള്ള ചില പ്രത്യേക പള്ളികളെ കുറിച്ചാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഏതായാലും ശരി, അവര് പറഞ്ഞു ഖദ് കാന ലി അബീബക്കർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ ബി മക്ക, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. യദുഉല്ലാഹ ഫീഹി, ആ പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു മഹാനവറുകൾ. ഫഖറബുഹു ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ് അവർ ആ പള്ളി തകർത്ത് കളഞ്ഞു മക്കക്കാർ എന്ന്. അതുകൊണ്ട് ആ പള്ളികളെ കുറിച്ചാണ് അഭിപ്രായം. ഒമിൻഹും മൻ ഹമലഹു അലൽ മസ്ജിദിൽ ഹറാമി ഫഖത്ത്, ചില ആളുകൾ പറഞ്ഞത് മസ്ജിദുൽ ഹറാമിലേക്ക് മാത്രം ബാധകമാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ ഒരു പള്ളി, പക്ഷെ അത് അതിന് മാത്രം പവറുള്ള പള്ളി ആയതുകൊണ്ട് പള്ളികൾ എന്ന് ബഹുമാനിച്ചേണ്ടിരുന്നതാണ്, ബഹുവചനം പറഞ്ഞതാണ്. നമ്മൾ ഒരു വലിയനെ പറ്റി തന്നെ ഔലിയ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ മൂപ്പര ഔലിയാണെന്നൊക്കെ പറയില്ലേ. ഔലിയാ പറഞ്ഞത് ബഹുവചനാണ് വാസ്തവത്തിൽ. ഒരാളെ പറ്റി എങ്ങനെ ഔലിയ എന്ന് പറയാ, ഒരാളെ പറ്റി വലിയ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മളെ വിധേയികളൊക്കെ സംശയം ചോദിക്കും. അതങ്ങനെ ഒരാളെ തന്നെ ബഹുമാനിച്ചിട്ട് ചിലപ്പോ അങ്ങനെ പറയലൊക്കെ ഉണ്ട്. ആ നിലക്ക് പറഞ്ഞതാണ് എന്നാണ് അതനുസരിച്ച് അഭിപ്രായം. ഏതായാലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അസ്സഅയു ഫീ തഖരീബിൽ മസ്ജിദി ഖദ് യകൂനു ലിവജ്ഹൈനി, പള്ളി തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞത് രണ്ട് രൂപത്തിലുണ്ടാകും. ഈ കെട്ടിടം തന്നെ തകർത്തോളണമെന്നൊന്നുമില്ല. പള്ളി തകർക്കുക എന്ന് പറയണമെങ്കിൽ ഒന്ന് മൻഉൽ മുസല്ലീന വൽ മുതഅബ്ബിദീന വൽ മുതഅഹിദീന ലഹു മിൻ ദുഖൂലിഹി ഫയകൂനു ദാലിക തഖരീബാ, നിസ്കരിക്കുന്ന ഇബാദത്തെടുക്കുന്ന ആ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നന്നായി നടത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകളെ അങ്ങോട്ട് തടയുന്നതിൽ നിന്ന്, അങ്ങോട്ട് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുക. അതെന്നെ എന്താണ് ഖറാബാക്ക എന്ന് പറഞ്ഞപ്പെട്ടതാണ്. ബിൽഡിങ് തകർക്കണം എന്നൊന്നുമില്ലാന്ന്. നിങ്ങൾ ആ പള്ളി കയറാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ് പള്ളി തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. മനസ്സിലായോ എന്നാണ് ഒരു അഭിപ്രായം. വസ്താനി, രണ്ടാമത്തത് ബിൽ ഹദ്മി വത്തഖരീബി, ശരിക്കും കെട്ടിടം തന്നെ തകർത്തുകൊണ്ടുള്ള നശിപ്പിക്കലുണ്ട്. വലൈസലി അഹദിൻ അയ്യഖൂല കൈഫ യസിഹു യതഅവല അലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യദ്ഹർ ഫീഹി തഖരീബു. അപ്പൊ ഒരാൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റൂല, എന്ത് അങ്ങനെ പള്ളി തകർക്കാന്ന് പറഞ്ഞാൽ കെട്ടിടം തകർക്കാന്ന് അർത്ഥം വെച്ചാൽ മസ്ജിദുൽ ഹറാം എന്തായാലും അങ്ങനെ തകർക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അത് മസ്ജിദുൽ ഹറാമിനെ പറ്റിയാണ് ഈ ആയത്തൊന്നും പറയുന്നില്ലേ മുഫസ്സിരീങ്ങള്? അതെങ്ങനെ ശരിയാകാന്ന് ചോദിക്കണ്ടല്ല. കാരണം എന്താ, ലിഅന്ന മനഅ അന്നാസി മിൻ ഇഖാമത്തി ശിആരിൽ ഇബാദത്തി ഫീഹി, പള്ളിയിലുള്ള ഇബാദത്ത് പ്രകടമാക്കാനുള്ള സംഗതികളിൽ നിന്ന് ജനങ്ങളെ തടയൽ, അത് ഖദ് യകൂനു തഖരീബൻ ലഹു, പള്ളി തകർക്കൽ തന്നെയാണല്ലോ. ആ പള്ളി തകർക്കൽ അതുകൊണ്ട് ഉണ്ടായപ്പോ ഒന്നാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് പള്ളി തകർക്കുക എന്ന് പറഞ്ഞതിൽ എന്തും പെടും, അവിടെ നിസ്കരിക്കുന്നതിനും അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിനൊക്കെ തടസ്സം ഉണ്ടാക്കൽ പെടും. അതൊരഭിപ്രായമാണ്. ആ അഭിപ്രായം അനുസരിച്ച് മസ്ജിദുൽ ഹറാം ഇതിൽപ്പെട്ടിട്ടുണ്ട്. ഇനി പള്ളി തന്നെ ബിൽഡിങ്ങിനെ തകർക്കാനാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി തകർത്തതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ആ ഗണത്തിൽപ്പെട്ടതാണ്. ഏതായാലും ശരി, ഈ പള്ളി തകർക്കുക എന്ന് പറയുന്ന സംഗതി വല്ലാത്ത അക്രമമാണ്, ഒരിക്കലും തന്നെ വലിയ അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന സംഗതിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പിന്നെ പറഞ്ഞു, അവർക്ക് ആ പള്ളിയിലേക്ക് അഥവാ വല്ലപ്പോഴും പ്രവേശിക്കണമെങ്കിൽ എങ്ങനെ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ, വലിയ പേടിയോടുകൂടെ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ പറഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. പിന്നെ ആ പേടി എന്താ, അഥവാ ആ തകർക്കാൻ വേണ്ടി ശ്രമിച്ച പള്ളിയിലേക്ക് ഈ നിഷേധികൾ വരുമ്പോ സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നിലക്കുള്ള വല്ല പ്രതികരണം ഉണ്ടാവോ, അവരേതെങ്കിലും നിലക്ക് വരെ കൈകാര്യം ചെയ്യോ
എന്നൊക്കെയുള്ള ഭയത്തോടുകൂടെ അല്ലാതെ അവർക്ക് വരാൻ പറ്റൂല എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന് അന്നഹാദ ബിശാറത്തും മിനല്ലാഹി ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണിത്. ബിഅന്നഹു സയൽഹറുഹും അലൽ മസ്ജിദിൽ ഹറാമി വഅലാ സായിരിൽ മസാജിദി, മസ്ജിദുൽ ഹറാമിന്റെ മേലിലും മറ്റു പള്ളികളുടെ മേലിലും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും, നിഷേധികൾക്ക് പരാജയം വരുമെന്നതിലേക്കുള്ള സൂചനയാണ്. അതോടൊപ്പം തന്നെ സത്യനിഷേധികൾക്ക് ഒരൊറ്റ പള്ളിയിലേക്കും കയറാൻ പറ്റാത്ത വിധത്തിൽ അവർ ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമെന്നതിന്റെ സൂചനയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ നടന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചില്ലേ പിന്നീട്, ഒരാളും എന്ത് ചെയ്യാൻ, ഈ കൊല്ലത്തിന് ശേഷം ഒരാളും ഹജ്ജിന് വരാൻ പാടില്ല മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നടപ്പാക്കപ്പെട്ട സംഭവങ്ങളൊക്കെ പിന്നീട് നടന്നിട്ടുണ്ട്. ഏതായാലും ശരി, ഈ നിന്ദ്യതയും ഈ ഭയവും ഒക്കെ അവർ ഏറ്റുവാങ്ങേണ്ടി വരും. വഷളത്തരം പല വിധത്തിലും അവരിലേക്ക് കടന്നു വരുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ശരി, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പള്ളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു വിശാലമായ ചർച്ചയാണ്. ഒന്ന് പള്ളിയുടെ ശ്രേഷ്ഠത സംബന്ധമായിട്ടുള്ളത്, അതേപോലെ തന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കടമകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഗതികൾ, പള്ളിയിൽ നമ്മൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കമുള്ള കുറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്. ആ വിശദീകരണങ്ങളിലേക്ക് എന്തായാലും ഇപ്പൊ കടക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലതൊക്കെ മനസ്സിലാക്കാൻ, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു.